السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. പ്രിയമുള്ളവരെ, അല്ലാഹു തആല നമ്മുടെ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഉൽസത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ഇമാം തുർമുദിയുടെ ജാമിഉൽ കാണുന്ന ഒരു ഹദീസ്, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടുന്ന് ചില അമലുകൾ പറഞ്ഞു കൊടുത്തതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഹദീസിന്റെ തുടർച്ച. അമലുകൾ ചോദിച്ചു. സ്വർഗത്തിലേക്ക് വഴി എളുപ്പമാക്കുന്ന 3 അമലുകൾ പറഞ്ഞു കൊടുത്തു. ഒന്ന്, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് കൂലി കിട്ടണമെന്ന ചിന്തയിൽ സദഖ എന്ന കാറ്റഗറിയിൽ പെടുത്താൻ, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് കൂലി കിട്ടണം എന്ന രീതിയിൽ അതേക്കുറിച്ചുള്ള നെയ്യത്തും കരുതലും നന്നാക്കിയാൽ സദഖ എന്ന കാറ്റഗറിയിലൂടെ അതിനെ നമുക്ക് വലിയ ഒരു അമലാക്കാൻ പറ്റുമെന്നതാണ് ഒന്നാമത് പഠിപ്പിച്ചു കൊടുത്തത്. രണ്ടാമത് പഠിപ്പിച്ചു കൊടുത്തു, നോമ്പ് കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ നോമ്പ് മുഖേന സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുആദ് ഇബ്നു ജബലിനോട് മൂന്നാമത് പറഞ്ഞു, തഹജ്ജുദ് നിസ്കാരമാണ് മൂന്നാമത്തെ അമൽ. ഇങ്ങനെ ഈ 3 അമൽ കൊണ്ട് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കാം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ മഹാനവറുകളോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നന്മ എന്നതിൻ്റെ ഏറ്റവും മുഖ്യമായ ഭാഗം, അതിൻ്റെ ഹെഡ്, അതുപോലെ തന്നെ നന്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൂണ്, നന്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൊടുമുടി, അതിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരട്ടെ. നന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? നന്മ എന്ന് പറഞ്ഞാൽ ഇസ്ലാം നിർബന്ധമാക്കിയ കാര്യങ്ങൾ മുഴുവനും ചെയ്യണം, എന്നാലും നന്മ എന്ന് പറയാൻ പറ്റൂ. ഇസ്ലാം നിർബന്ധമാക്കിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട വരും, അതാണ് നന്മ. പിന്നെ അതിൻ്റെ ഒരു തൂണ് എന്ന് പറയുന്നത് നിസ്കാരം നിർബന്ധമായും അതിലുണ്ടാകണം എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ കൊടുമുടി, അതിൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് ദീനിയായ കാര്യങ്ങളിൽ ആത്മാർത്ഥമായി ഇറങ്ങുക എന്നുള്ളതാണ്. ഇങ്ങനെ ധാരാളം ഉപദേശങ്ങൾ കൊടുത്തിട്ട് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനവറുകളോട് പറഞ്ഞു, മോനെ, ഈ പറയപ്പെട്ട ആത്മീയമായ ഈ ഉപദേശത്തിന്റെ സർവ്വതും ഒരു മനുഷ്യന് ഒറ്റയടിക്ക് കിട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിന് നാവിനെ സൂക്ഷിച്ചാൽ മതി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാവിൽ റസൂൽ അങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ദീനിയായ സർവ്വ ചിന്തകളും പ്രവർത്തനങ്ങളും വാക്കുകളും ദീനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഒരു മനുഷ്യനിൽ ഉണ്ടാകണോ അത് മുഴുവനും കിട്ടാൻ നാവ് പിടിച്ചിട്ട് നീട്ടി പിടിച്ചിട്ട് പറഞ്ഞു, ഇതൊന്ന് ശ്രദ്ധിച്ചാൽ എല്ലാം തനിയെ പിറകെ വരും. അങ്ങനത്തെ ഒരു പ്രത്യേകത ഈ അവയവത്തിനുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യനിൽ എത്ര ദീനിയായ കാഴ്ചപ്പാടുകളും കാര്യങ്ങളും ചിന്തകളും ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു അവയവം വിടക്കായി കഴിഞ്ഞാൽ അവന്റെ എല്ലാം നശിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കുഫ അലൈക ഹാദാ, നാവ് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട നീണ്ട പ്രഭാഷണം മുഴുവൻ നിനക്ക് ഒറ്റയടിക്ക് തന്നെ എല്ലാം കിട്ടും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞങ്ങൾ ഇന്നാ ലമുആഖിദൂൻ ബിമാ നതകല്ലമു ബിഹി, ഞങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പരമാവധി നാവ് കൊണ്ട് അബദ്ധം പറയാതെ സൂക്ഷിക്കുന്നവർ. അപ്പോൾ നബി തങ്ങൾ പറയുന്നുണ്ട്, മുആദേ, നരകത്തിലേക്ക് കുറെ ആളുകൾ മുഖം കുത്തി വീഴുന്നത് കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. ആ സമയം എങ്ങനെയാണ് ഇത്രയും ആളുകൾ നരകത്തിലേക്ക് എത്തുന്നത്? നരകത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ചൊരിഞ്ഞ് ഇടുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും. ആ സമയത്ത് യാ മുആദ് വഹൽ യകുബ്ബുൻ നാസ ഫിന്നാർ അലാ വുജൂഹിഹിം ഔ അലാ മനാഖിരിഹിം, ആ സമയം അവർ ചെയ്ത തെറ്റ് ഏത് എന്നുള്ളതിന് ഒറ്റ വാക്കിൽ മനസ്സിലാക്കാനുള്ളത് ഇലാ ഹസായിദു അൽസിനത്തിഹിം, നാവ് ചെയ്ത തെറ്റുകൾ കൊണ്ടാണ് ഇത്രയും ആളുകൾ നരകത്തിൽ വരുന്നതെന്ന് അന്നേരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം ഈ പറയപ്പെട്ട നന്മകൾ ഒരാളുടെ ഇബാദത്തിന്റെ സർവ്വ നേട്ടങ്ങളും കൈവരിക്കാൻ, ദീനിയായ ചിന്തകൾ പരിപൂർണമായി നിലനിർത്താൻ അവൻ നാവ് സൂക്ഷിച്ചാൽ സാധ്യമാകുമെന്ന് മഹാനായ സ്വഹാബിയോട് പരിശുദ്ധ റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിലേക്ക് കൂടുതൽ ആളുകൾ ഇങ്ങനെ കൊട്ടി കൊണ്ടുവന്നിടുമ്പോൾ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ഈ ആളുകൾ മുഴുവൻ നാവുകൊണ്ട് അബദ്ധം പറ്റിയവരാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. ഒരല്പം അതേക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നോമ്പുകാരനെ ഏറ്റവും കൂടുതൽ സംസ്കരിക്കാൻ അവിടുന്ന് ഉപദേശിച്ചിട്ടുള്ളത് നാവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ മുമ്പ് അത് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഒന്നുകൂടി മനുഷ്യർ വളരെ നിസ്സാരമായി കാണുന്ന ചില ഘട്ടങ്ങളുണ്ട്. കളവ് പറയുന്നത് കളവാണെന്ന് ബോധ്യപ്പെട്ടാലും ചില ആളുകൾ പറയാറുണ്ട് ഉള്ളത് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന ഉള്ളത് ഒരു പക്ഷേ ഉള്ളതാണെങ്കിൽ പോലും, കളവല്ല ഉള്ളതാണെങ്കിൽ പോലും ഉള്ളത് പോലും പറയാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. അത് മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലെ കാര്യമാകുമ്പോൾ ഉള്ളത് പോലും പറയാൻ പാടില്ല എന്നാണ്. പൊതുവെ ഉള്ളതേ പറയാവൂ, ഇല്ലാത്തത് പറയാൻ പാടില്ല, സത്യമേ പറയാവൂ. പക്ഷെ ആ സത്യം പറയുന്നത് പോലും മറ്റൊരാളുടെ വ്യക്തി ജീവിതത്തിലെ കാര്യമാണ് എങ്കിൽ അത് പാടില്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാള് മുനാഫിഖാണെങ്കിൽ ആ മുനാഫിഖിൽ അള്ളാഹു കൊടുക്കാത്ത 5 കാര്യങ്ങളുണ്ട്. മുനാഫിഖാണെങ്കിൽ ഈ 5 കാര്യം കിട്ടൂല. മുനാഫിഖിന് അള്ളാഹു കൊടുക്കാത്ത 5 കാര്യം: അൽ ഫിഖ്ഹു ഫിദ്ദീൻ, ദീനിലെ കർമ്മശാസ്ത്ര നിയമങ്ങളെ അതിന്റെ കറകളഞ്ഞ രീതിയിൽ പഠിക്കാൻ ഒരു മുനാഫിഖിന് അള്ളാഹു കഴിവ് കൊടുക്കൂല. ദീനിലുള്ള കർമ്മശാസ്ത്ര ഫിഖ്ഹിന്റെ മസ്അലകൾ കറകളഞ്ഞ രീതിയിൽ പഠിക്കാൻ ഒരിക്കലും ഒരു മുനാഫിഖിന് കഴിയില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുനാഫിഖിന് അള്ളാഹു കൊടുക്കാത്ത രണ്ടാമത്തെ കാര്യം വൽ വറഉ ഫിൽ ലിസാൻ, നാവ് കൊണ്ട് വർത്താനം പറയുന്നിടത്ത് സൂക്ഷ്മത പുലർത്താൻ ഒരിക്കലും മുനാഫിഖിന് കഴിയില്ല എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേത് മുനാഫിഖിന് കഴിയാത്ത മൂന്നാമത്തെ കാര്യം വത്തബസ്സുമു ഫിൽ വജ്ഹ്, ഒരു നിറഞ്ഞ പുഞ്ചിരി, ഒരു ആത്മാർത്ഥമായ പുഞ്ചിരി ഒരിക്കലും ഒരു മുനാഫിഖിന്റെ മുഖത്ത് ഉണ്ടാവില്ലെന്ന് നമ്മൾ പറയാറുണ്ട്. അവന്റെ മോന്തോ നോക്കി അറിയില്ലേ, അവനൊന്ന് ചിരിക്കണമില്ല, മുനാഫിഖിന്റെ അടയാളമായിട്ട് നമ്മൾ തന്നെ പറയാറുണ്ട്. ഒരു നിറഞ്ഞ പുഞ്ചിരി, ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ പുഞ്ചിരി ഒരിക്കലും ഒരു മുനാഫിഖിന്റെ മുഖത്ത് വിടരില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത് പറഞ്ഞു വന്നൂറു ഫിൽ ഖൽബ്, മുനാഫിഖിന്റെ ഹൃദയത്തിൽ അള്ളാഹു വെളിച്ചം കൊടുക്കൂല. എന്ത് നന്മ ചെയ്താലും ആ നന്മ കൊണ്ട് അവന്റെ ഹൃദയത്തിൽ അള്ളാഹു വെളിച്ചം കൊടുക്കൂല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമത്തേത് വൽ മവദ്ദത്തു ഫിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളോട് സ്നേഹം ഉണ്ടാവില്ല മുനാഫിഖിന്. അവനിപ്പോ എല്ലാവരും ഒരുപോലെയാണ്. മുസ്ലിമീങ്ങളോട് ഒരു പ്രത്യേക സ്നേഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ആ ഒരു സ്നേഹം എന്തായാലും മുനാഫിഖിന്റെ ഹൃദയത്തിൽ അള്ളാഹു കൊടുക്കില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രീതിയിലാണ് നാവിന്റെ കാര്യം ഇവിടെ പ്രത്യേകം പറഞ്ഞു. നാവിന് സൂക്ഷ്മത കിട്ടാത്തത് മുനാഫിഖിനാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളിൽ പ്രമുഖനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തുമകൻ എന്ന് പറയാൻ പറ്റുന്ന മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ സ്വഹാബികൾ പലപ്പോഴും പലതും പറഞ്ഞത് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ട് ആ വിഷയത്തിൽ സ്വഹാബികളെ തിരുത്തിയിട്ടുണ്ട്. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തുമകൻ എന്ന രീതിയിൽ ജീവിച്ചു പോരുമ്പോൾ വളർത്തുമകൻ എന്ന് പറയുന്ന സിസ്റ്റം ഇസ്ലാമിൽ ഇല്ല എന്ന് പറഞ്ഞ് വഹി വരികയാണ്. അതുവഴി ആ മഹാനെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തോട് ഒരുപാട് ചേർത്ത് പിടിച്ചു. മറ്റു പല അംഗീകാരങ്ങളും കൊടുത്തു സെയ്ദിന്. സെയ്ദിന്റെ മകൻ സാബിത്തിന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടികൾക്ക് കൊടുത്ത സ്ഥാനം തന്നെയാണ് കൊടുത്തത്. വളർത്തുമകൻ എന്ന് പറയുന്ന സിസ്റ്റം ഇസ്ലാമിൽ ഇല്ല എന്നതിന്റെ പേരിൽ സെയ്ദിനെ പലപ്പോഴും മാറ്റി നിർത്തേണ്ടി വന്നപ്പോഴും മറ്റു പല കാര്യങ്ങളിലും സ്വഹാബികൾ അദ്ദേഹത്തെ വിമർശിക്കാതെയും കുറ്റപ്പെടുത്താതിരിക്കാനും വേണ്ടി നബി തങ്ങൾ പ്രത്യേക സ്നേഹം കൊണ്ടും പരിഗണന കൊണ്ടും ചേർത്ത് പിടിച്ചു. ഈ രീതിയിൽ സ്വഹാബികളുടെ ഇടയിൽ പോലും ഒരു തെറ്റായ സംഭാഷണങ്ങൾ വരാതെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. ഞാനൊരു ഹദീസ് പറയാം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബികൾ ചോദിക്കുന്നത് ഗീബത്തിനെ പറ്റി. ഗീബത്ത് പറയുന്നതുമായി ബന്ധപ്പെട്ട് നബി തങ്ങൾ ചോദിക്കുന്നുണ്ട് സ്വഹാബികളോട്, ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇല്ല നബിയെ, അങ്ങ് പറഞ്ഞു തന്നാലും. ഗീബത്ത് എന്ന് പറഞ്ഞാൽ അങ്ങ് പറഞ്ഞാലും ഞങ്ങൾക്കറിയില്ല. അതായത് നമ്മൾ മനസ്സിലാക്കിയ പോലെയാണോ ഗീബത്ത് എന്നത് അറിയില്ല. റസൂലുള്ളാഹി തന്നെ പറയാൻ സ്വഹാബികൾ പറഞ്ഞു. അപ്പൊ അവിടുന്ന് പറഞ്ഞു, ഇദാ ദക്കർത അഖാക ബിമാ യക്റഹു ഫഖദ് ഗത്തബതഹു, അവൻ പറഞ്ഞാലും കേൾക്കാതെ പറഞ്ഞാലും ഗീബത്ത് തന്നെയാണ്. നിന്റെ സഹോദരന് നീ ആ പറയുന്ന കാര്യം ഇഷ്ടമല്ലെങ്കിൽ അത് ഗീബത്താണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേട്ടിട്ട് പറഞ്ഞാലും കേൾക്കാതെ പറഞ്ഞാലും. അപ്പൊ സ്വഹാബികൾ പറഞ്ഞു, റഅയ്ത
ഇൻകാന ഫീ അഖീ മാ അഖൂൽ, ഉള്ളതല്ലേ നബിയെ ഞങ്ങൾ പറയുന്നത് എങ്കിൽ അത് ഗീബത്താവോ? ഉള്ള കാര്യമല്ലേ പറഞ്ഞത്, അത് ഗീബത്താവോ? അപ്പൊ അവിടുന്ന് പറഞ്ഞു ഉള്ളതാണെങ്കിലും ഗീബത്ത് തന്നെയാണ്. ഇൻകാന ഫീഹി മാ തഖൂലുന ഫഖദ് ഖത്തബതഹു, ഉള്ളതാണെങ്കിലും ഗീബത്താണ്. പക്ഷേ ഉള്ളത് പറയുമ്പോ അവൻ കേട്ടാലും കേട്ടില്ലെങ്കിലും ഗീബത്താണ്. അവന് ഇഷ്ടമല്ല എന്നത് മാത്രമാണ് അവിടെ മാനദണ്ഡമുള്ളൂ. ആ പറയുന്നത് അവന് ഇഷ്ടമല്ല എങ്കിൽ അത് പറയാനേ പാടില്ല. ഇനി പറഞ്ഞത് അവനിലെ ഇല്ലാത്ത കാര്യമാണെങ്കിൽ അവന് ഗീബത്ത് പറയലും അവനിൽ ആരോപണം പറയലും, അങ്ങനെ രണ്ട് തെറ്റുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം ഈ വിഷയത്തിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. റമളാൻ ഒരു മനുഷ്യനെ സംസ്കരിക്കുന്ന ഇടങ്ങൾ എന്ന് പറയുന്നത് ഈ പരദൂഷണ സംസാരങ്ങളിൽ നിന്നും കൂടി ആവണം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരിക്കൽ ഒരു സ്ത്രീ വന്നപ്പോൾ അവരെ കുറിച്ച് സയ്യിദത്തുനാ ഉമ്മുന ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബിയെ ആ പെണ്ണ് വന്നു പോയല്ലോ, അവളാകട്ടെ എന്തൊരു പൊക്കം കുറവാണ്, ഉയരം കുറഞ്ഞ ഒരു പെണ്ണാണല്ലോ, എന്തൊരു ഉയരം കുറഞ്ഞ പെണ്ണാവുന്നു, ഇത്രയും പൊക്കം കുറഞ്ഞ ആളുകളുണ്ടോ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പുണ്യ നബിയോട് ചോദിച്ചപ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, പെണ്ണെ നീ ഇപ്പൊ പറഞ്ഞത് ഗീബത്താണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പെണ്ണെന്ത് പൊക്കം കുറവാ നബിയെ? അങ്ങനെ പറഞ്ഞു. ആ വന്ന ആള്, ഞാൻ ആദ്യമായിട്ട് ഇത്രയും പൊക്കം കുറഞ്ഞ ഒരാളെ കാണുന്നത്. അപ്പൊ ഐഷബിയോട് റസൂൽ പറഞ്ഞു, അതുപോലും ഗീബത്താണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഐഷബി പറഞ്ഞു, മാ ഖുൽതു ഇല്ലാ മാ ഫിഹാ, നബിയെ ഞാൻ ആ പറഞ്ഞത് അവളിൽ ഉള്ള കാര്യമാണല്ലോ, ഞാൻ ഇല്ലാത്തതൊന്നും പറഞ്ഞില്ലല്ലോ. ദക്കർതി അഖ്ബഹ മാ ഫിഹാ, ഉള്ളതാണ് പറഞ്ഞതിൽ പോലും അത് അവൾക്ക് വിഷമം ഉണ്ടാവണം വർത്താന, പൊക്കം കുറവാണെന്ന് ആര് പറഞ്ഞാലും. അതുകൊണ്ട് അത് വേണ്ട മോളെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഗീബത്തിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യ സന്ദർഭത്തിലാണ് ഇത്തരം സംഭാഷണങ്ങൾ സ്വഹാബികളുടെ ഇടയിൽ, ഐഷ റളിയല്ലാഹു അൻഹയെ പോലെയുള്ളവരുടെ ഇടയിൽ അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇനി കേട്ടോളൂ, മഹാന്മാരായ പൂർവികരായ സലഫു സാലിഹീങ്ങൾ, മുത്തഖദ്ദിമീങ്ങളായ മഹത്തുക്കൾ അവർ പറയാറുണ്ടല്ലോ, കുൽത്ത ഇന്ന ഫുലാനൻ സൗബുഹു ഖസീർ ഔ സൗബുഹു തവീൽ യകൂനു ഗീബത്താ. നമ്മൾ ഒരാളെ പറ്റി പറയാണ്, ആളെയല്ല പറഞ്ഞത്, ആളിട്ട ഡ്രസ്സ് ഇത്തിരി ഇറക്കം കൂടുതലായിരുന്നു, ആള് ഇട്ട ഡ്രസ്സ് ഇത്തിരി നിറം കൂടുതലായിരുന്നു, മൂപ്പരിട്ട ഡ്രസ്സ് അത്ര പോരായിരുന്നു. ആരെ ഇപ്പൊ പറഞ്ഞത്? യഥാർത്ഥത്തിൽ വ്യക്തിയെ അല്ല പറഞ്ഞത്, അയാളുടെ ശരീരത്തിലിട്ടിരിക്കുന്ന ആ ഡ്രസ്സിനെ പറഞ്ഞത്. അത് പറഞ്ഞാൽ പോലും ആ വ്യക്തിയെ പറഞ്ഞ പോലെ എന്ന് മഹാന്മാരായ പൂർവികരായ മഹത്തുക്കൾ ഗീബത്തിനെ വിലയിരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പൊ നോമ്പുകാരനെ സംരക്ഷിക്കേണ്ട ഒരു പ്രധാന ഇടം ഗീബത്തിന്റെ പരിസരമാണ്. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? സ്വഹാബിയായ മഹാനായ മുആദ് ഇബ്നു ജബലിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉപദേശങ്ങളിൽ നാവിനെ സൂക്ഷിക്കാൻ കഴിയുന്നില്ല എന്നത് മുനാഫിഖാണെന്നതിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ജീവിതത്തിൽ അതൊരു മാറ്റം വരുത്താനുള്ള ഒരു സന്ദർഭമാണ് പരിശുദ്ധ റമളാൻ. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലൈലത്തു ഉസ്രിയ ബി ഇലസ് സമാഇ മറർതു ബിഖൗമിൻ യഖ്തഉൽ ലഹമ മിൻ ജുനൂബിഹിം. ഞാൻ മിഅ്റാജിന്റെ യാത്രയിൽ ഒരു ഭീകരമായ അനുഭവം ഞാൻ കണ്ടു, ഞാൻ ഒരവസ്ഥ കണ്ടു. ചില ആളുകൾ അവരുടെ ശരീരത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെ മൂർച്ചയുള്ള പിച്ചാത്തി കൊണ്ട് മുറിച്ചെടുത്തിട്ട് അവര് തന്നെ അത് സ്വന്തം തിന്നാണ്. അങ്ങനത്തെ ഒരു കാഴ്ച. സ്വന്തം ശരീരത്തിന്റെ മാംസഭാഗം കത്തികൊണ്ട്, മൂർച്ചയുള്ള ആയുധം കൊണ്ട് മുറിച്ചെടുത്തിട്ട് അവർ തിന്നുന്നു. അവർ തിന്നുന്ന നേരത്ത് അവരെ ശകാരിക്കുന്നുണ്ട്, ആരോ അവരെ ശകാരിക്കുന്നുണ്ട്. കുലൂ മാ കുന്തും തഅകുലൂന മിൻ ലഹ്മി അഖീകും, ഭൂമിയിലെ നിങ്ങളുടെ സഹോദരന്മാരുടെ മാംസം തിന്ന പോലെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാംസങ്ങൾ അതിന് പകരം തിന്ന് വിശപ്പ് തീർക്കണേ എന്ന മനുഷ്യരോട് അവിടെ വെച്ച് വിളിച്ചു പറയുകയും ചെയ്യും. അപ്പൊ വീണ്ടും അവർ ശരീരം മുറിക്കും. എന്നിട്ടോ ആർത്തിയോടുകൂടെ സ്വന്തം മാംസം തിന്നും. ഞാൻ ഒരൽപ്പം നേരം അവിടെ നിന്നുപോയി. എന്നിട്ട് ചോദിച്ചു, യാ ജിബ്രീൽ മൻ ഹൗലാ, ആരാണ് ജിബ്രീലെ ഈ വിഭാഗം? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹൗലാഇ മിൻ ഉമ്മത്തിക്കൽ ഹമ്മാസൂനൽ ലമ്മാസൂൻ യഅനിൽ മുത്തഗാബീൻ.
മുഖ്താബീൻ. നബിയെ, ഇവരാരാണെന്നറിയോ? അങ്ങയുടെ സമൂഹത്തിൽപ്പെട്ടവരാണ്. ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവര് ആളുകളെ കുത്തുവാക്ക് പറയും, താങ്ങിപ്പറയും, ചേർത്ത് പറയും, കൊള്ളിച്ചു പറയും. അത് ഗീബത്തിന്റെ പരിഗണനയിൽ അല്ലാഹു വെച്ചത് കൊണ്ടാണ്. കുത്തുവാക്ക് പറഞ്ഞത് പോലും ഗീബത്തിന്റെ പരിഗണനയിലേക്കാം. ചില സന്ദർഭങ്ങളിലെ കളവ് പറയൽ പോലും ഗീബത്തിന്റെ പരിഗണനയിലാണ്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ടൊരു മനുഷ്യന് സംഭവിക്കുന്ന ഏറ്റവും വൃത്തികെട്ട തെറ്റാണ്. ഇനി കേട്ടോളൂ, ഗീബത്തിന് നമീമത്തിനേക്കാളും ഗൗരവം കൂടി ഒരു കാര്യമായിട്ട് വരാറുണ്ട്. എപ്പോഴാ? ഇൽമിന്റെ അഹലുകാരെ ഗീബത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൻപാപമാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൽമിന്റെ അഹലുകാര്, നല്ല സാലിഹീങ്ങളായ മനുഷ്യന്മാര്, അവരുടെ ഗീബത്ത് പറഞ്ഞാൽ അത് സാധാരണ ഗീബത്തല്ല, അത് അള്ളാഹ് പൊറുക്കാത്ത പാപമാണ്, വൻപാപമാണ്. ഒരു വലിയ കടാണ് ഗീബത്ത്. എല്ലാം പൊരുത്തപ്പെടിയിക്കണം. ആ കൂട്ടത്തില് നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടണമെങ്കിൽ നമ്മൾ ഇവരെ കൊണ്ടും പൊരുത്തപ്പെടിയിക്കേണ്ടി വരും. എവിടെ നിന്നൊക്കെ ആരുടെയൊക്കെ ഗീബത്ത് പറഞ്ഞു എന്ന് ഒരു കയ്യും കണക്കൂല. എന്നാൽ അറ്റ്ലീസ്റ്റ് ദുആ ഇറക്കുമ്പോ, പടച്ചവനെ, ഞാൻ ആരുടെയൊക്കെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ടോ അവർക്ക് നീ പൊറുക്കണേ എന്ന് ആത്മാർത്ഥമായി പറയണം. അപ്പൊ അള്ളാഹു അവർക്ക് പൊറുക്കും. അവർക്ക് പൊറുക്കുമ്പോൾ അവർക്ക് ഈ പൊറുക്കൽ എങ്ങനെ സംഭവിച്ചു എന്നത് മഹ്ശറയിൽ ബോധ്യപ്പെടുമ്പോൾ നമ്മൾ ദ്വാരുന്നത് കൊണ്ട് അവരുടെ തെറ്റുകൾ അള്ളാഹു പുറത്തുനിന്ന് ബോധ്യപ്പെടും. ആ സമയം അവര് നമ്മളോട് പൊരുത്തപ്പെടും. ആ ഒരു സിസ്റ്റമാണ് ഈ വിഷയത്തിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു പ്രധാന സിസ്റ്റം. പരമാവധി പൊരുത്തപ്പെടണം എന്ന് പറയാൻ പറ്റുന്നവരോടൊക്കെ അങ്ങനെ പറയാം. എന്നിട്ട് അത് ആവർത്തിക്കാതിരിക്കുക. ഏതൊക്കെ ലോകത്തെ ആരുടെയൊക്കെ ഗീബത്ത് ഏത് കാലത്ത് പറഞ്ഞു എന്നുള്ള ഓർമ്മയും കണക്കൊന്നുമില്ലെങ്കിൽ നമ്മൾ മനസ്സിലിങ്ങനെ കരുതാം, പടച്ചോനെ, ഞാൻ ഒരുപാട് പേരുടെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കല്ല, അത് കാരണം നീ എനിക്ക് പുറത്തു തരണേ. അവർക്ക് പുറത്തു കൊടുക്കണമെന്ന് അവരില്ലാത്തപ്പോൾ ആത്മാർത്ഥമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അല്ലാഹു അത് പുറത്തു കൊടുക്കും. ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ ഇജാബത്തുള്ളതാണ്. അവരാരൊക്കെയെന്ന് നമുക്കറിയില്ല. നമ്മൾ അവർക്ക് വേണ്ടി പൊറുക്കാൻ ചോദിക്കുന്ന അവർ കേട്ടിട്ടില്ല. അത് ഉറപ്പായിട്ട് ഇജാബത്തുള്ള ഒരു ദുആയാണ്. ആ സമയത്ത് അവർക്ക് അവരുടെ പാപങ്ങളൊക്കെ പുറത്തു എന്നൊരു പദവി എക്സ്ട്രാ കിട്ടാണ്. ഇത് മഹ്ശറയിൽ വരുമ്പോൾ അവർക്ക് ബോധ്യവും ഇത് നമ്മൾ ദ്വാരന്നിട്ട് കിട്ടിയതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ദ്വാരുന്നത് എന്നത് അവർക്ക് അല്ലാഹു ബോധ്യപ്പെടുത്തി കൊടുക്കും. നിങ്ങളുടെ ഗീബത്ത് അവർ പറഞ്ഞു, പരിഹാരമായിട്ട് അവര് നിങ്ങൾക്ക് വേണ്ടി പൊറുക്കാൻ തേടി, അതിന്റെ പേരിലാണ് നിങ്ങളുടെ ഈ പാപം പൊറുക്കൽ അവിടെ ഉണ്ടായത്. എന്താ, സന്തോഷമായില്ലേ? സന്തോഷമായി. അവരോട് വിരോധമൊന്നുമില്ലല്ലോ? ഇല്ല. അല്ലാഹു വിധിച്ച് വിധി നടപ്പാക്കി വിടണമല്ലോ. അള്ളാഹുവിന്റെ ന്യായവും നീതിയും അവിടെ കാണണമല്ലോ. ഞങ്ങളുടെ ഗീബത്ത് അവർ പറഞ്ഞ് ഞങ്ങൾ പുറത്തു കൊടുത്തു, അല്ലാഹ് പൊരുത്തപ്പെട്ടു. അപ്പോഴാണ് നമുക്കത് പൊരുത്തപ്പെട്ട് കിട്ടാ. മരിച്ചുപോയ കുറെ ആളുകളുടെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ടോ? അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്താൽ മതി, അപ്പൊ നമ്മുടെ അല്ലാഹു പുറത്തു തരും. ഈ രീതിയിലാണ് മഹാന്മാരായ സ്വഹാബികൾ നമുക്ക് പഠിപ്പിച്ചത്. ഒരു സംഭവം കേട്ടോളൂ. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ വീട്ടിലിരിക്കുന്നു. ആ സമയത്ത് മദീനത്തെ പള്ളിയിലെ സുഫത്തിന്റെ അഹലുകാരായ സ്വഹാബികള് മദീനത്തെ പള്ളിയിലിരിക്കുന്നു. മദീനത്തെ പള്ളി സുഫത്തിന്റെ അഹലുകാരിരിക്കുന്ന തറയും റസൂലുള്ളാഹിയുടെ വീട് തമ്മിൽ നോക്കിയാൽ കാണുന്നത് ഇത്ര അകലുള്ളൂ. അതായത് ഒരു സുഗന്ധം നബിതങ്ങളുടെ വീട്ടിൽ പുരട്ടിയാൽ അത് ഇവിടെ കിട്ടും. അതിന്റെ മണം, ഒരു ഭക്ഷണം അവിടെ പാചകം ചെയ്താൽ അതിന്റെ മണം ഇവിടെ കിട്ടും. അത്ര അടുത്താണ് നബിതങ്ങളുടെ വീടും സുഫത്തിന്റെ അഹലുകാരും മദീനത്തെ പള്ളിയിലിരിക്കുന്ന ഈ ഗ്യാപ്പ് അത്ര അടുത്താണ് അവരിയ്ക്കുന്നത്. നമുക്ക് ചെന്ന് കണ്ടാൽ അറിയാം, റൗള ഷരീഫും സുഫത്തിന്റെ അഹലുകാര് ഇരുന്ന സ്ഥലവും തമ്മിൽ വളരെ അടുപ്പമാണ്. അപ്പോ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളുടെ സദസ്സില് മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു സ്വഹാബികൾക്ക് ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സെയ്ദ് ബിൻ സാബിത്ത് പറഞ്ഞു, ബിമാ സമിഅ മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിനൽ ഹദീസ്. സ്വഹാബി സുഹൃത്തുക്കളെ, സഹോദരങ്ങളൊന്നും ഇരിക്കണേ, ഞാൻ നബിയിൽ നിന്നും കുറെ ഹദീസ് കേട്ടിട്ടുണ്ട്, അതൊക്കെ പറഞ്ഞു തരാം. എല്ലാവരും അവിടെ ഇരിക്കണേ. സുഫത്തിന്റെ അഹലുകാരായ സ്വഹാബികൾക്ക് പട്ടിണിയാണ്, വിശപ്പാണ്. എല്ലാവരും അവിടെ അച്ചടക്കത്തോടുകൂടെ ഇരുന്നു. ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സെയ്ദ് ബിൻ സാബിത്ത് ഹദീസ് പറയുന്ന സമയത്തുണ്ടല്ലോ, അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട്ടിലേക്ക് ആരോ ഇറച്ചിക്കറി വെച്ചത് കൊണ്ടുവരികയാണ്. ഇറച്ചിക്കറി വെച്ചത് കൊണ്ടുവരുന്നു. സുഫത്തിന്റെ അഹലുകാരായ സ്വഹാബികൾ മനസ്സിലാക്കി അത് കൂടുതലുണ്ട്, കുറച്ചൊന്നുമല്ല, കൂടുതലുണ്ട്. എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഹദീസ് പറഞ്ഞു കൊടുക്കുന്ന സെയ്ദ് ബിൻ സാബിത്തിനോട് പറഞ്ഞു, ഓ സെയ്ദ് എന്നവരെ, അങ്ങ് എഴുന്നേറ്റ് നിൽക്കുകയല്ലേ?
റസൂലുള്ളാഹിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളല്ലേ? ഒന്നവിടെ ചെന്നുകൊണ്ട് അവിടത്തോട് കുറച്ച് ഇറച്ചി ഭക്ഷണം ചോദിച്ചാൽ, മാംസഭക്ഷണം ചോദിച്ചാൽ അവിടെ കൊണ്ടുവന്നത് കുറച്ചിങ്ങോട്ട് കൊടുത്തുവിടാൻ പറഞ്ഞാൽ, കുറെ നാളായി ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട്, ആ ഭക്ഷണത്തിൽ ഇറച്ചി ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നാളായ രുചി തന്നെ വായിലില്ല. അതുകൊണ്ട് അവിടെ ചെന്ന് നമുക്ക് കുറച്ച് കിട്ടിയാൽ കൊള്ളാന്നുള്ള വിവരം പറഞ്ഞ ആരുടെയെങ്കിലും കയ്യിൽ കുറച്ച് ഇറച്ചി റസൂൽ അങ്ങോട്ട് കൊടുത്തു വിടും, താങ്കൾ ചൊല്ലുമോ എന്ന് ചോദിച്ചു. സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നിലവിൽ എല്ലാവരുടെ ഇടയിൽ എഴുന്നേറ്റ് ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അപ്പൊ മൂപ്പരാണ് ആ വാതിലിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം, അപ്പുറത്തേക്കൊന്ന് തല ഇട്ടിട്ട് പറഞ്ഞാലും നടക്കും, അല്ലെങ്കിൽ കുറച്ചങ്ങ് നടന്നു എന്നാൽ വേഗത്തിൽ പറയാൻ പറ്റും. സയ്യിദ് ബിൻ സാബിത്ത് പറഞ്ഞു, ശരി ഞാൻ ചെന്ന് ചോദിക്കാം. അങ്ങനെ ഹദീസ് പറയൽ നിർത്തി. മഹാനായ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ചെന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, നബിയേ, ഞങ്ങൾ സ്വഹാബികൾ ഇറച്ചി ഭക്ഷണം കഴിച്ചിട്ട്, മാംസഭക്ഷണം കഴിച്ചിട്ട് കുറെ ദിവസമായി എന്തെങ്കിലും തന്നയച്ചാലും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു വന്നപ്പോ അടുത്തേക്ക് ചേർത്ത് നിർത്തി. എന്നിട്ട് പറഞ്ഞു, സയ്യിദ് ബിൻ സാബിത്ത് എന്നവരെ, അവിടെ ഇറച്ചിയുടെ ആവശ്യമില്ലല്ലോ. എല്ലാവരുടെയും പല്ലിന്റെ ഇടയിൽ പോലും ഇറച്ചി തിന്നതിന്റെ കഷ്ണങ്ങൾ കയറിയിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ. എന്താ സംഭവം? സയ്യിദ് ബിൻ സാബിത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോയ ഗ്യാപ്പില് ഈ സദസ്സ് നിശബ്ദമായല്ലോ. അപ്പൊ ചിലരിങ്ങനെ പറയാൻ തുടങ്ങി. സയ്യിദ് ബിൻ സാബിത്ത് എഴുന്നേറ്റ് പോയപ്പോ അവിടെ ചിലര് പറയാൻ തുടങ്ങി, സയ്യിദ് ബിൻ സാബിത്തിനെ പറയാൻ തുടങ്ങി. എന്താ അവര് പറഞ്ഞതെന്നറിയോ? ഖദ് ലഖിയ നബിയ ഇന്ന സയ്യിദൻ ഖദ് ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ല മാ ലഖീന ഫകൈഫ യജ്ലിസു വയുഹദ്ദിസുന. ആ പോണ സയ്യിദ് ബിൻ സാബിത്ത് ഇപ്പൊ നബിയിൽ നിന്നും കേട്ട കുറെ ഹദീസ് നമുക്ക് പറഞ്ഞു തരാന്ന് പറഞ്ഞല്ലോ. നമ്മളൊക്കെ അത് കേട്ടതൊക്കെ തന്നെയാണ് മൂപ്പര് പറയണത്. നമ്മളെപ്പോലെ തന്നെ നബിയുടെ കൂടെ അദ്ദേഹം ഇരുന്നിട്ടുള്ളൂ. പിന്നെ അദ്ദേഹം കേട്ടു എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പറഞ്ഞെന്ന് ഞങ്ങൾ ഈ ആളെ മെനക്കെടുത്തുന്ന പരിപാടി, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. അങ്ങനെ ഓർത്താനുണ്ടല്ലോ. ആ മൂപ്പരിപ്പോ എന്താ പുതിയത് പറയാനാണെന്ന് ഓർത്താണ് എല്ലാവരും അവിടെ ഇരുന്ന് കൊടുത്തത്. മൂപ്പരോട് പോയി കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇതിപ്പോ നമ്മളെല്ലാവരും നമ്മൾ കേട്ടതല്ലേ. ഇവൻ പറയുന്നതിലൊരു പ്രത്യേകമായ ഒന്നുമില്ലല്ലോ. അങ്ങനെ ഒരു പ്രയോഗം. സയ്യിദ് ബിൻ സാബിത്ത് അങ്ങോട്ട് പോയപ്പോ സ്വഹാബികൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ ഗീബത്തായ അള്ളാഹുവിന്റെ ഹബീബിന്റെ റിസാലത്തിന്റെ കാതുകൊണ്ട് കേട്ടു. അവരോട് സയ്യിദ് ബിൻ സാബിത്ത് എന്നവരവരോട് പറയണേ, അവരുടെ പല്ലിന്റെ ഇടയിൽ സഹോദരന്റെ ഇറച്ചി തിന്നതിന്റെ കഷ്ണം ഇരിപ്പുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ നിന്നും സയ്യിദ് ബിൻ സാബിത്ത് വന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞത് ഇറച്ചി തരാൻ പറ്റൂല, ഇവിടെ ഇറച്ചി തിന്നൽ ഇപ്പൊ കഴിഞ്ഞു എന്നാ പറഞ്ഞത്. ഞങ്ങൾ ആരും ഇറച്ചി തിന്നിട്ടില്ല. ഇതൊക്കെ ഗീബത്ത് പറയുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ആയത്തുകളും ഹദീസുകളും ഒക്കെ ഇറങ്ങുന്ന ആദ്യ പശ്ചാത്തലങ്ങളാണിത്. അല്ലാതെ സ്വഹാബികൾ കാലത്ത് വൈകുന്നവരോ ഗീബത്ത് പറഞ്ഞവരാണെന്നുള്ളതിനർത്ഥം. ആ നിയമം വരുന്നതിന്റെ ആദ്യ സന്ദർഭങ്ങളാണിത്. സ്വഹാബികൾ പറഞ്ഞു ഇവിടെ ആരും ഇറച്ചി തിന്നിട്ടില്ല. വീണ്ടും സയ്യിദ് ബിൻ സാബിത്ത് അവിടെ ചെന്നു. സഹോദരൻ കൊണ്ടുവന്ന ഇറച്ചി ഒന്നും അവിടെ ആരും കഴിച്ചിട്ടില്ല നബിയെ. സഹോദരൻ കൊണ്ടുവന്നതല്ലെന്നേ, സഹോദരന്റെ ഇറച്ചി തന്നെയാണ്. അള്ളാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് ഇറങ്ങി വന്നു. സയ്യിദ് ബിൻ സാബിത്ത് പറഞ്ഞത് കേട്ടു. അവർ പലരും തപ്പി നോക്കി, വായന എന്തൊക്കെയോ തടയേണ്ട ചിലരുണ്ട്. പക്ഷെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്നഹും ഖദ് അകലുൽ ആൻ, റസൂലുള്ളാഹി പറഞ്ഞു ഇപ്പോഴേ നിങ്ങൾ ഇറച്ചി തിന്നതല്ലേ ഉള്ളൂ. فرجع إليهم وأخبرهم فقاموا فدخلوا على النبي صلى الله عليه وسلم فقال لهم الآن قد أكلتم لحم أخيكم وأثر اللحم في أسنانكم. നിങ്ങൾ തിന്ന ഇറച്ചി സഹോദരന്റെ മനുഷ്യമാംസമാണ്. നാവ് കൊണ്ട് പല്ലിന്റെ വിടവിലക്കൊന്ന് തലോടി നോക്കൂ, ചിലപ്പോൾ ഇറച്ചി കഷ്ണം കാണാം. ചിലർക്ക് വായിൽ ഇറച്ചി തടഞ്ഞു. അതുകൊണ്ട് എല്ലാരും ഒന്ന് പുറത്തു പോയി തുപ്പി നോക്കിയേ. ഇറച്ചി തിന്നതിന്റെ അടയാളവും ചിലപ്പോൾ ബ്ലഡിന്റെ ചുവപ്പ് കളറും കാണാമെന്ന് ഖാല റസൂലുള്ളാഹി. ചിലർ എഴുന്നേറ്റ് ചെന്നുകൊണ്ട് തുപ്പി നോക്കി, ചിലരുടെ ഒന്നും കണ്ടില്ല. മറ്റു ചിലർക്ക് ഇറച്ചി കഷ്ണങ്ങൾ വായിൽ നിന്നും പുറത്തു വരുന്നു. ചിലര് തുപ്പി നോക്കിയപ്പോൾ രക്തക്കറ ഉൾപ്പെടെ പുറത്തേക്ക് വരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ ആ പറഞ്ഞ വർത്തമാനമുണ്ടല്ലോ, സയ്യിദ് ബിൻ സാബിത്ത് എഴുന്നേറ്റ് പോന്നപ്പോ പറഞ്ഞ വർത്തമാനമുണ്ടല്ലോ,
അത് തന്നെയാ ഗീബത്ത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഇനിമേലിൽ നിങ്ങളിത് പറയല്ലേ. ഫത്താബൂ വറജു അൻ ദാലിക വഅതദറു ഇലൈഹി. അവര് അവിടെ വെച്ച് പൊരുത്തപ്പെടിച്ചു സയ്യിദ് ബിൻ സാബിത്തിനെ കൊണ്ട്. എന്നിട്ട് തൗബ ചെയ്തു. പിന്നീട് ഒരിക്കലും സഹാബികൾ ഗീബത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഗീബത്ത് നിരോധിച്ചു കൊണ്ടുള്ളതായ ഹദീസുകൾ, ആയത്തുകൾ ഇറങ്ങുന്ന ആദ്യ പശ്ചാത്തലമാണ് നമ്മൾ ഈ പറഞ്ഞത്. അതുകൊണ്ട് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരത്തില് ചില സമയത്ത് വിരുന്ന് കൊടുക്കാറുണ്ട്. ഒരിക്കൽ വിരുന്നിന് വിളിച്ചപ്പോ കുറെ ആളുകൾ വന്നു കഴിഞ്ഞപ്പോ വിളമ്പ് തുടങ്ങാൻ പോവാ. വിളമ്പുമ്പോ പത്തിരിയും ഇറച്ചിയുമാണ് കൊടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ആദ്യം എന്താ വിളമ്പ? ആദ്യം പത്തിരി വിളമ്പ. ചോറും കറി വിളമ്പുന്നതിന് മുമ്പ് ആദ്യം പ്രധാന ഭക്ഷണമാണ് വിളമ്പ. അങ്ങനെ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരത്തില് വിളമ്പല് തുടങ്ങാണ്. ആ സമയം കൊണ്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു നോക്കിയപ്പോൾ ആളുകൾ അവിടെ സംസാരം തുടങ്ങിയിട്ടുണ്ട്, എന്തൊക്കെയോ പരിപാടി തുടങ്ങി. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, വഅൻതും ബദഅതും ഇന്നല്ലദീന കാനൂ ഖബലനാ കാനൂ യഅകുലൂനൽ ഖുബ്സ ഖബലൽ ലഹ്മി. നമ്മൾ മുമ്പൊക്കെ ഇവിടെ ആളുകൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോ ആദ്യം പത്തിരിയാണ് കഴിക്കാൻ തുടങ്ങുക, എന്നിട്ട് രണ്ടാമതാണ് ഇറച്ചിയിലേക്ക് കയറാം. നിങ്ങളാവട്ടെ ഇന്ന് വന്നിരുന്നിട്ട് വഅൻതും ബദഅതും ബിൽ ലഹ്മി ഖബലൽ ഖുബ്സി, ഇന്ന് നിങ്ങൾ ഇറച്ചി തിന്നൽ ആദ്യം തുടങ്ങി, അതിനുശേഷം പത്തിരി തിന്നലായല്ലോ എന്ന് പറഞ്ഞു എന്ന. അങ്ങനെയാണ് മഹാന്മാർ അതേക്കുറിച്ച് വിലയിരുത്തിയത്. അള്ളാഹു നമ്മുടെ നാവിന് കാവല് തരട്ടെ. ഇബ്ലീസ് ഏറ്റവും എളുപ്പത്തിൽ വന്ന് കയറുന്ന, വളരെ ഫ്ലെക്സിബിളായി നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന, ഇബ്ലീസിന് ഇത്രയും സന്തോഷമുള്ള ഒരു അവയവം ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ആദ്യം പറഞ്ഞ ഒരു തത്വവചസ്, അദ്ദേഹത്തിന്റെ ഒരു പ്രധാന തത്വവചസ്, അദ്ദേഹത്തിന്റെ ഹിക്മത്തിന്റെ വർത്താനം ആദ്യം പറഞ്ഞത് ഒരു വലിയ ഒരു രാജാവിന്റെ ആട്ടിടയനായി ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ആദ്യകാലം. അപ്പൊ ആ മുതലാളി പറഞ്ഞു, ആ രാജാവ് പറഞ്ഞു, ഒരു ആടിനെ അറുത്തിട്ട് അതിന്റെ ഏറ്റവും നല്ല 2 മാംസ കഷ്ണങ്ങൾ ഇവിടെ കൊണ്ടുവരണം. ഒരു ആടിനെ അറുത്ത്, അപ്പൊ നമ്മൾ പറയില്ല ഏറ്റവും നല്ല ഇറച്ചി ഒരു മൃഗത്തിന്റെ നെഞ്ചടിയിലെ ഇറച്ചിയാണെന്ന് പറയുന്നവരുണ്ട്. അത് വേറെ ഏതെങ്കിലും ഇറച്ചി, അങ്ങനെ ഓരോ ഭാഗത്തെ ഇറച്ചിക്ക് ചതവ് കുറവുള്ളത്, ടേസ്റ്റ് കൂടുതലുള്ളത്, അങ്ങനെ പറയാൻ പറ്റുന്ന ഇറച്ചി ഒരു ആടിനെ അറുത്ത് കഴിഞ്ഞാൽ ഏത് ഭാഗത്തു നിന്നാണോ നല്ല 2 മാംസ കഷ്ണം കിട്ടുന്നത്, അതിന്റെ 2 എണ്ണത്തിന്റെ കഷ്ണം എനിക്കൊന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ആ കാലഘട്ടത്തിൽ ഒരു മൃഗത്തെ അറുത്ത് കഴിഞ്ഞാൽ അതിന്റെ ഹൃദയവും നാവും ആരും ഭക്ഷണമായിട്ട് ഉപയോഗിക്കാറില്ല, അങ്ങനെ ഉപയോഗിക്കലില്ല. പക്ഷേ മഹാനായ ലുഖ്മാനുൽ ഹക്കീം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ ആടിനെ അറുത്തതിന്റെ ഹൃദയത്തിന്റെ ഒരു കഷ്ണം എടുത്തു, നാവിന്റെ ഒരു ചെറിയ പീസ് എടുത്ത് 2 പാത്രത്തിലാക്കിയിട്ട് ഇദ്ദേഹം ആ യജമാനനെ രാജാവിനെ കൊണ്ടുപോയി കൊടുത്തു. മഹാനായ ഇസ്മായിൽ അൽ ഹഖൽ ബറൂസവി സൂറത്തുൽ ലുഖ്മാന്റെ വ്യാഖ്യാനത്തിൽ ഈ സംഭവം പറയുന്നുണ്ട്. ഇദ്ദേഹം ഇത് കണ്ടിട്ട് ദേഷ്യപ്പെട്ടു. അല്ല, നിന്നോട് ഏറ്റവും നല്ലത് കൊണ്ടുവരാനല്ലേ പറഞ്ഞത്, എന്താ ഇത് ഞങ്ങൾ ആരും കഴിക്കലില്ല, എന്തിനാ ഇത് കൊണ്ടുവന്ന്? അപ്പൊ ലുഖ്മാൻ പറഞ്ഞു, നന്നാവാന്ന് വെച്ചാൽ ഇത് 2 നന്നായി അത്ര നന്നാവാവുന്ന ഒന്നും വേറെ ഒരു ശരീരത്തിലില്ല, അതുകൊണ്ട് അങ്ങനെ കണക്കാക്കിയപ്പോൾ ഞാൻ ഇത് കൊണ്ടുവരാൻ തീരുമാനിച്ചത്. വെടക്കായാൽ ഇത് 2ഉം വെടക്കായ പോലെ വേറെ ഒന്നും ഇത്ര മോശമാവാനില്ല. അപ്പൊ നന്നായത് എന്ന കണക്കിൽ അങ്ങ് കൂട്ടിയാ ഇത്ര നല്ലത് വേറെ ഇല്ല. ഏത് നന്നായാൽ ഈ നാവും കൽബും നന്നാവുന്ന പോലെ വേറൊന്നും നന്നാവാനില്ല. അങ്ങനെ കണക്കൂട്ടിയപ്പോ ഞാൻ ഇത് കൊണ്ടുവരാനാ നിർബന്ധിതനായത്. രാജാവ് ചിരിച്ചു, യജമാനൻ ചിരിച്ചു പോയെന്ന ലുഖ്മാൻ ആദ്യം പറഞ്ഞ അദ്ദേഹത്തിന്റെ തത്വവചസ്സിൽ ആദ്യത്തെ വർത്താനം ഇതാണെന്ന് മഹാനായ ഇസ്മായിൽ അൽ ഹഖൽ ബറൂസവി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. അങ്ങനെയാണ് മഹാന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അർബഉൻ യുഫ്തിറുന സ്വായിമ വയൻഖുദുന ലുദൂഅ വയഖ്ദിമുന അൽ അമല. പുണ്യ നബി പഠിപ്പിച്ചു 4 കാര്യങ്ങൾ ഒരാളുടെ ഉളൂഇനെ മുറിക്കും. ആ 4 കാര്യങ്ങൾ ഉണ്ടായാൽ ഒരാളുടെ നോമ്പിനെ മുറിക്കും. ആ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരാളുടെ അമലുകളെ പൊളിച്ചു കളയും. ഈ 4 കാര്യം ഉണ്ടായ ഒളു എടുക്കല് സുന്നത്താണെന്നല്ല, ഈ 4 കാര്യങ്ങളുണ്ടായ ഒളു മുറിയുമെന്നല്ല. യഥാർത്ഥത്തിൽ ആ ഒളു കൊണ്ട് പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഗുണമില്ലാതെ പോകും. അത്രത്തോളം അതിന്റെ ഒരു ആത്മീയ വശമുണ്ട്. ആ 4 കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒളു മുറിയുന്ന 4 കാര്യങ്ങളല്ലത്.
സാധാരണ നോമ്പ് മുറിയുന്ന കാര്യങ്ങളല്ലത്. നമ്മൾ ഫിഖ്ഹിൽ പഠിച്ച നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതോ ഉളു മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതോ അല്ല. ഏത് അമൽ ചെയ്തു വെച്ചാൽ അതിനൊക്കെ ഒറ്റയടിക്ക് തല്ലിപ്പൊളിച്ച് കളയാൻ പറ്റുന്നതാണ് ഈ 4 കാര്യങ്ങളുടെ ഉപയോഗമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ 4 കാര്യം ഒരു മനുഷ്യനെ അള്ളാഹു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ആ 4 കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്നാമത്തേത് അൽ ഗീബത്തു, പരദൂഷണം പറയാം, മറ്റൊരാളുടെ കുറ്റം പറയാം. രണ്ടാമത്തേത് അയാളിൽ ഇല്ലാത്തത് തന്നെ പറഞ്ഞുണ്ടാക്കാം, പടച്ചുണ്ടാക്കി പറയാം. മൂന്നാമത്തേത് നുണ പറയല്. നാലാമത്തേത് മറ്റൊരാളുടെ നോക്കാൻ പാടില്ലാത്ത ഒരാള്, നമുക്ക് കാണാൻ പാടില്ലാത്ത ഹറാമാണ് കാണല്. അന്യനായ ആണാവട്ടെ പെണ്ണാവട്ടെ അവരുടെ ഔറത്തിലേക്ക് നോക്കാ. ഈ 4 കാര്യം സംഭവിച്ചാൽ അവരുടെ അമലുകൾ പൊളിയും. അവരുടെ ഉളു കൊണ്ട് ഗുണമില്ല, അവരുടെ നോമ്പ് കൊണ്ട് ഗുണമില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത്രത്തോളം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മുആദേ, മുനാഫിഖായ മനുഷ്യന് അല്ലാഹു കൊടുക്കാത്ത കാര്യമാണ് മുആദേ. സൂക്ഷ്മതയുള്ള നാവ് മുനാഫിഖിന് അല്ലാഹു കൊടുക്കൂല. സയ്യിദുനാ റസൂലുള്ളാഹി. സൂക്ഷ്മതയുള്ള നാവ് കിട്ടണം. സൂക്ഷ്മതയുള്ള നാവ് അല്ലാഹു മുനാഫിഖിന് കൊടുക്കൂല. അപ്പൊ മുനാഫിഖാണോ അതിന്റെ അടയാളമാണ് സൂക്ഷ്മതയില്ലാത്ത നാവ്. അള്ളാഹുവിനെ വഴിപ്പെടുന്നോടത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നാവിനെയാണ്. നമ്മുടെ നാവ് കൊണ്ട് എന്ത് പറയുമ്പോഴും പടച്ചോനെ ഞാനിത് പറയുന്നത് മുഖേന എനിക്ക് കൂലി കിട്ടുമോ, ഈ ഒരു ചിന്ത കൊണ്ടൊരാൾക്ക് നന്നാവാൻ കഴിയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആഖിറത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ യാത്രക്കാരാണ്. ഹജ്ജിന് പോകുന്നവർ ചിലപ്പോൾ ഭക്ഷണം കൊണ്ടുപോവാറുണ്ട്. സർക്കാരിലൊക്കെ പോണ ഒരു ഭക്ഷണം കൊണ്ടുപോകും. ഒരു യാത്ര പോകുമ്പോൾ ഒരു പക്ഷെ ഒരു കുപ്പി വെള്ളമെങ്കിലും നമ്മൾ സൂക്ഷിക്കാറുണ്ടെന്നാൽ കേട്ടോളൂ, ആഖിറത്തിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ 4 ഭക്ഷണം നിങ്ങൾ കരുതണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം. മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം, അർബഉൻ മിൻ സാദിൽ ആഖിറ. ആഖിറത്തിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഭക്ഷണം ഏതാണെന്നറിയുമോ? ഒന്നാമത്തെ ഭക്ഷണമാണ് അസ്സൗം, നോമ്പ്. ഒരു ദിവസം നമ്മള് നോമ്പുകാരനാണെന്ന് ഉറപ്പിച്ചു പറയുന്ന ആ ദിവസം, അതേത് ദിവസമാണെങ്കിലും, അത് റമദാനായാലും അല്ലേലും, ആ നോമ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഈ നോമ്പിനെ പറ്റി എന്താ പറയാ? നോമ്പ് പിടിക്കാന്ന് പറയാ അല്ലെ? നോമ്പ് പിടിക്കാം. നോമ്പ് പിടിച്ചിട്ട് കിട്ടിയോ അങ്ങനെ ചോദിച്ചാലോ? കിട്ടണമെങ്കിൽ എങ്ങനെയാവണം? അതിന്റെ നിബന്ധനകളെ പൂർത്തീകരിച്ച് അതിന്റെ അദബുകൾ പാലിക്കുമ്പോൾ അത് ശരിക്കും നോമ്പിനെ പറ്റി പഴയ കാലം മുതൽ നോമ്പ് പിടിക്കാന്ന് പറഞ്ഞതിന് ഒരു അർത്ഥമുണ്ടേ. നോമ്പ് പിടിച്ചു വെച്ചേക്കണം. അങ്ങനെ നമുക്ക് പിടിച്ചാലേ കിട്ടൂ. അങ്ങനെയുള്ള കുറെ സാധനങ്ങളുണ്ട്. പിടിച്ചാലേ കിട്ടൂ. ഓടിപ്പോണ എന്തെങ്കിലും ഓടിപ്പോയി പിടിക്കണം, പിടിച്ചാലേ കിട്ടും. അങ്ങനെ പിടിച്ചാൽ കിട്ടുന്ന എന്തോ ഒന്ന്, അത് പിടിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയാലേ കിട്ടൂ. അതിനാ നോമ്പ് എന്ന് പറയാം. ആഖിറത്തിലേക്കുള്ള ഭക്ഷണം 4ആണ്. ആദ്യം വേണ്ടത് പിടിച്ചു വെച്ച നോമ്പാ വേണ്ടത്. പിടിച്ചിട്ട് കിട്ടണ നോമ്പുമാണ്. ഞാൻ പിടിക്കാൻ ശ്രമിച്ചു എന്നേ വരുള്ളൂ ഒരു പക്ഷെ നോമ്പായിട്ടില്ല. അള്ളാഹു നോമ്പാക്കി തരട്ടെ. നോമ്പ് ഖബൂലായ നോമ്പ് ജീവിതത്തിലുണ്ടെങ്കിൽ ആഖിറത്തിലേക്കുള്ള ഭക്ഷണമാണ്. അതോടൊപ്പം തന്നെ അതുകൊണ്ട് കിട്ടുന്ന നേട്ടം സിഹത്തുൻ നഫ്സി, ശരീരത്തിന് ആരോഗ്യമുണ്ടാകുമേ. രണ്ടാമത്തെ ഭക്ഷണം, ആഖിറത്തിലേക്കുള്ള രണ്ടാമത്തെ ഭക്ഷണം സദഖയാണ്. സദഖക്ക് മറ്റൊരു ഗുണമുണ്ട്, സിത്റു മാ ബൈനഹു വ ബൈനന്നാർ. സദഖ എന്ന ഭക്ഷണം തയ്യാറാക്കി വെച്ചാൽ, ആഖിറത്തിലേക്കുള്ള ആ ഭക്ഷണം നമ്മൾ കരുതി വെച്ചു കഴിഞ്ഞാൽ, എൻ്റെ പ്രിയമുള്ളവരെ, ആഖിറം എന്നത് കുറെ കാലം കഴിഞ്ഞിട്ട് വരുന്നതല്ല. എപ്പ നമ്മൾ മരിക്കുന്നുവോ ആ മരണം കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് മുതൽ നമ്മുടെ ആഖിറമായി കഴിഞ്ഞു. നമ്മൾ ഒരു പക്ഷേ രാവിലത്തേക്കുള്ളത് അല്ലി വേണ്ട. ഇപ്പൊ നോമ്പുകാരാണല്ലോ, നോമ്പ് തുറന്ന് കഴിക്കാനുള്ള ഭക്ഷണത്തെ കുറിച്ച് ഇപ്പോഴേ നമ്മൾ ആലോചിക്കും. ക്ലാസ് ഒക്കെ കഴിഞ്ഞു പോയാൽ നിങ്ങളൊരു പക്ഷെ പിന്നെ ആലോചിക്കുന്നത് നോമ്പ് തുറക്കാൻ എന്താ, നോമ്പ് തുറയുടെ ഭക്ഷണത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കും. അത് കുറെ മണിക്കൂറുകൾക്ക് ശേഷം ഉണ്ടാവുന്ന ഭക്ഷണമാണ്. ആഖിറത്തിന്റെ ഭക്ഷണം നീ മരിച്ചാൽ എപ്പോഴെങ്കിലും സംഭവിക്കാൻ, മരണം ഒരു നിമിഷം കൊണ്ട് സംഭവിക്കാം. ആ മരണം സംഭവിച്ച ശേഷം അടുത്ത നിമിഷം മുതൽക്ക് നിനക്ക്
നോമ്പ് തുറയുടെ ഭക്ഷണത്തെക്കാളും വേഗത്തിൽ വേണ്ട ഭക്ഷണം ഇതാ. ഇത് എപ്പോ വേണേലും റെഡി ആവണം. ഇതിന് ടൈം പറഞ്ഞിട്ടില്ല, എപ്പോ വേണേലാവും. നോമ്പ് തുറയുടെ ഭക്ഷണം പോലെയല്ല, ഇത് നേരത്തെ ആക്കി വെക്കാവുന്ന ഭക്ഷണം. കാരണം ഇത് വളിച്ചു പോകുന്ന ഭക്ഷണമല്ല. രണ്ടാമത്തെ ഭക്ഷണം സദഖയാണ്. സദഖ എന്നത് ആഖിറത്തിലേക്കുള്ള ഭക്ഷണമാണ് എന്നതിന്റെ കൂടെ തന്നെ അത് ഭൂമിയിൽ നിന്ന് നിനക്ക് തരുന്നൊരു ആവേശം. ഈ സദഖ മുഖേന നരകത്തിന്റെയും നിന്റെ ഇടയിൽ ഒരു മറ വന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ ഭക്ഷണം നിസ്കാരം വേണം. നിസ്കാരം ഫർദിൽ പരിമിതമല്ല. നിസ്കാരമാവട്ടെ തുഖർരിബുൽ അബ്ദ ഇലാ റബ്ബിഹി, അല്ലാഹുവിലേക്ക് അടുക്കാൻ എളുപ്പത്തിൽ കഴിയുന്ന അമൽ നിസ്കാരമാണ്. ഇനി കേട്ടോളൂ, നാലാമത്തെ ഭക്ഷണം, ആഖിറത്തിലേക്കുള്ള നാലാമത്തെ ഭക്ഷണം, റബ്ബിനെ ഓർത്തപ്പോൾ കരഞ്ഞു വീണ ആ കണ്ണുനീരിന്റെ തുള്ളികളാണ്. യഥാർത്ഥത്തിൽ ആ കണ്ണുനീരിന്റെ തുള്ളികൾ വീഴലോടുകൂടെ നിന്റെ പാപങ്ങൾ പൊഴിഞ്ഞു വീഴലാണ്. നിന്റെ അക്കൗണ്ടിൽ പിന്നെ പാപം കാണിക്കൂല. അത് ദുആയിരുന്നപ്പോൾ കരഞ്ഞതാകാം, അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ ഓർക്കുമ്പോൾ കരഞ്ഞതാകാം. ഒന്ന് കണ്ണടച്ചിരുന്ന് ആലോചിച്ചാൽ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ടായ സന്തോഷങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ആ സന്തോഷങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അല്ലാഹ് തന്നതല്ലേ അൽഹംദുലില്ലാഹ്, ഒരു അല്ലാഹ് തന്ന ഓർമ്മ, അത് മുഖേന നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്. പഠിച്ചോനെ, സന്തോഷത്തിലും ചിലപ്പോൾ കണ്ണ് നിറയാറുണ്ട്. അങ്ങനെ കണ്ണ് നിറഞ്ഞാൽ നിന്റെ പാപം പൊറുക്കാം. നീ ചെയ്ത തെറ്റുകളെ ഓർത്തപ്പോഴാണ് നിന്റെ കണ്ണ് നനഞ്ഞത് എങ്കിൽ അപ്പോഴും നിന്റെ പാപം പൊറുക്കാം. അള്ളാഹു മറ്റുള്ളവർക്ക് കൊടുത്ത ജീവിതത്തിന്റെ പ്രയാസങ്ങൾ നിന്റെ കണ്ണുകൊണ്ട് നീ കാണുമ്പോൾ അതിൽ നിനക്ക് അലിവ് തോന്നി, അല്ലാ എന്നൊരു ഓർമ്മ എവിടെയോ മനസ്സിലൂടെ ഇങ്ങനെ പാളിപ്പോയി. അപ്പോഴും നിന്റെ കണ്ണ് നനഞ്ഞാൽ അതും നിന്റെ പാപം പൊറുക്കാം. അങ്ങനത്തെ കണ്ണുനീർ ആഖിറത്തിന്റെ ഭക്ഷണമാണ്. ഉക്കമാ ഖാല റസൂലുള്ളാഹി. ഇതിലൊരു പ്രധാന ഭക്ഷണം പറഞ്ഞു, നിസ്കാരം. റമദാൻ ആഖിറത്തിലേക്കുള്ള ഭക്ഷണത്തെ തയ്യാറാക്കി തരുന്നതിൽ നമ്മെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുക. എത്ര നിസ്കാരങ്ങളാണ് റമദാനിൽ പ്രത്യേകം ഉള്ളത്. റമദാനിൽ ദുഹാ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, ദുഹായൊന്നും കളയേ പാടില്ല. ഖളാ വീട്ടാനുള്ള നിസ്കാരങ്ങള്, ഹയാത്താക്കലുകള്. നിസ്കാരം കൊണ്ട് ഹയാത്താക്കൽ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. നിസ്കാരം കൊണ്ടുള്ള ഹയാത്താക്കല്, പ്രത്യേകിച്ചും ഇശാ മഗ്രിബിന്റെ ഇടയിൽ നിസ്കാരം കൊണ്ട് ഹയാത്താക്കണം. അത് എല്ലാ രാത്രിയും, റമദാനിൽ മാത്രമല്ല. ഹയാത്താക്കല് സുബഹി വരെ അല്ല, അങ്ങനെ ഒരു ഹയാത്താക്കൽ ഉണ്ട്. ഹയാത്താക്കൽ പല രൂപത്തിലാ. മഗ്രിബും ഇശാഉം സുബഹിയും നിസ്കരിച്ചാൽ ഹയാത്താക്കലായി, അതിന്റെ ഏറ്റവും മിനിമമായി. ഇമാം അബൂദാവൂദിന്റെ സുനനിൽ ഹദീസ് കാണാം. ആ നിസ്കാരങ്ങളെ ഇശാ, സുബഹി, മഗ്രിബ് ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. ജമാഅത്തായി നിസ്കരിക്കുമ്പോഴാണ് ഹയാത്താക്കി എന്ന പരിഗണന കിട്ടുക. ജമാഅത്തായി തന്നെ നിസ്കരിക്കണം, ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. നിസ്കരിച്ചാൽ പോലെ ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. ചില ഹയാത്താക്കലുകള് സുബഹി വരെ, മഗ്രിബ് മുതൽ തുടങ്ങി നിരന്തരമായ ഹയാത്താക്കല്. ചില ഹയാത്താക്കല് സുബഹി മുതൽ, മഗ്രിബ് മുതൽ തുടങ്ങി സുബഹി വരെ എന്ന് നിയ്യത്താക്കിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഇടയില് ചിലപ്പോൾ ഉറക്കം വന്നപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും, ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, വർത്താനം പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഹയാത്താക്കാൻ തന്നെ തീരുമാനിച്ച നിയ്യത്താക്കി. അങ്ങനെ മഗ്രിബ് മുതൽ സുബഹി വരെ. ചിലത് ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഹയാത്താക്കിയാലും രാവ് ഹയാത്താക്കി എന്ന പരിഗണന കിട്ടാറുണ്ട്. എന്നാ അതിൽ തീരുന്നല്ല. രാവ് ഹയാത്താക്കി എന്ന പരിഗണന ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഹയാത്താക്കിയാലും കിട്ടും. എന്തായാലും നിസ്കാരം കൊണ്ട് ഇശാ മഗ്രിബിന്റെ ഇടയിലെ സമയം പൂർത്തീകരിക്കുക എന്നത് അല്പമെങ്കിലും കുറച്ച് നിസ്കരിച്ച് തീർക്കാനുള്ളത് ഒരു കറാഹത്തും കടന്നു വരാത്ത സമയമാണ്. ഇശാ മഗ്രിബിന്റെ ഇടയിൽ കുറച്ച് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് എല്ലാ ദിവസവും അവ്വാബി നിസ്കാരം ഇശാ മഗ്രിബിന്റെ ഇടയിൽ പതിവുള്ള ആളായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അത് വലിയ പ്രബലമായൊരു സുന്നത്ത് നിസ്കാരമാണ് അവ്വാബി നിസ്കാരം. അങ്ങനെ നമ്മുടെ കലാവുള്ള നിസ്കാരങ്ങൾ, കലാവിട്ട ഇതൊക്കെ ഇശാ മഗ്രിബിന്റെ ഇടയിലുണ്ടെങ്കിൽ ഒരുപാട് വേണ്ട, ഒരു 2 റക്അത്ത് എക്സ്ട്രാ അവ്വാബിനെങ്കിലും നിസ്കരിച്ചിട്ട് പോവാ എന്നത് വലിയ പുണ്യമാണ്. റമദാൻ ഇതൊക്കെ പഠിപ്പിക്കാം. റമദാനിൽ പിന്നെ ഉള്ളൊരു പരിപാടിയാണ് തറാവീഹ് നിസ്കാരം. നോമ്പ് തുറ ഏതെങ്കിലും ഒരു വീട്ടിലുണ്ടായാൽ അന്ന് ആ വീട്ടിലെ സഹോദരിക്ക് തറാവീഹ് നിസ്കാരം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം ഈ പാത്രം മുഴുവൻ കഴുകിയിട്ട് വേണം കിടന്നുറങ്ങണമെങ്കിൽ. ഹയാത്താക്ക എന്നതിൽ നിസ്കാരം ഒരു പ്രധാന ഘടകമാണ്. അതായത് റമദാൻ വരുമ്പോൾ ഏകദേശം 600 റക്അത്താണ് തറാവീഹ് നിസ്കാരം നമുക്ക് കിട്ടാം.
ഇത് മഹാന്മാരായ മലക്കുകൾ സന്തോഷിക്കാൻ ഒരാൾ തറാവീഹ് നിസ്കരിക്കുന്ന കാണുമ്പോൾ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തറാവീഹ് നിസ്കരിക്കേണ്ടത് 20 റക്അത്താണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും അതേക്കുറിച്ചൊന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. തറാവീഹ് നിസ്കാരത്തിന്റെ വിഷയത്തില് സമീപകാലം മുതൽക്ക് ചില ആളുകൾ പരിഷ്കരിച്ച് പലതും പറയുന്നത് നമ്മൾ കാണാറുണ്ട്. തറാവീഹ് നിസ്കാരം ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഈ തറാവീഹ് നിസ്കാരം ഫർളാകുമോ എന്ന് നബി തങ്ങൾ ഭയന്നിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലൊക്കെ ഹദീസ് കാണാം, ഫർളാകും. അത്രത്തോളം സ്വഹാബികൾ ഇടിച്ച് കയറാണ് തറാവീഹ് നിസ്കരിക്കാനുള്ളതായ ആഗ്രഹം കൊണ്ട്. അങ്ങനെ ഒരു നിസ്കാരം ഇങ്ങനെ സ്വഹാബികൾ വന്ന് നിസ്കരിക്കുന്ന കണ്ടപ്പോ ഒരു പക്ഷേ ഇത് ഫർളായി പോയാലോ എന്ന് ഭയന്നത് കൊണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 8 റക്അത്ത് പള്ളിയിൽ നിസ്കരിച്ചിട്ട് ബാക്കി വീട്ടിൽ പോയി പൂർത്തീകരിക്കുക ചെയ്തത്. സ്വഹാബികൾ പള്ളിയിൽ നിസ്കരിച്ചു. നബി തങ്ങളുടെ സാന്നിധ്യത്തോടുകൂടെ ആ 20 നിരന്തരം പതിവായിരുന്നുവെങ്കിൽ അവിടെ അത് ഫർളാകുമോ എന്ന വഹയിന്റെ രഹസ്യം മനസ്സിലാക്കി. നബി തങ്ങൾക്ക് എല്ലാം അറിയോ വഹയിന്റെ രഹസ്യം. അള്ളാഹുവിൽ നിന്നും വഹി അനുഭവിച്ചത് കൊണ്ട് അതിന്റെ ലക്ഷണങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങനെ ഫർളാകുമോ എന്ന് ഭയന്ന പല സന്ദർഭങ്ങളുണ്ട്. ഉദാഹരണം, എന്റെ സമുദായത്തിന് എല്ലാ നിസ്കാരത്തിനും പല്ല് തേക്കൽ ബുദ്ധിമുട്ടായില്ലായിരുന്നുവെങ്കിൽ അത് ഫർളാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു പുണ്യനബി. നിർബന്ധമാക്കുമായിരുന്നു. നമുക്ക് ബുദ്ധിമുട്ടാകുന്നുള്ള ഒറ്റ പേടി കൊണ്ട് മാത്രമാണ് അത് ഫർളാക്കാതെ. അങ്ങനെ ചില അമലുകളെ ഫർദിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അത്രയും കൂലി കൂടുതലുള്ള അമലാണ് തറാവീഹ് നിസ്കാരം. ഇങ്ങനെ എല്ലാ സ്വഹാബികളും ആഘോഷിക്കാണ് തറാവീഹ് നിസ്കാരം. എല്ലാവരും പള്ളിയിൽ സജീവം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിൽ ഇതുപോലെ സ്വഹാബത്തിന്റെ പങ്കാളിത്തമുള്ളപ്പോ സ്വാഭാവികമായും ആ നിസ്കാരം ഫർളാണെന്ന് പ്രഖ്യാപിക്കുമോ എന്ന് ഭയന്നപ്പോ നബി തങ്ങൾ 8 പള്ളിയിൽ നിസ്കരിച്ചു, 3 വീട്ടിൽ പോയി നിസ്കരിച്ചു. 3 അല്ല, ബാക്കി വീട്ടിൽ നിസ്കരിച്ചു. മഅൽ വിത്രി 3 റക്അത്ത് വിത്റും കൂടി 23 നിസ്കരിച്ചു. അങ്ങനെ തറാവീഹ് നിസ്കാരത്തിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാട് അങ്ങനെയായിരുന്നു എന്ന് സ്വഹാബികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ടോ ആ കാലം വഹയിന്റെ ഇടപെടൽ കൊണ്ട് അമല് നിർബന്ധമാകുന്ന കാലം കഴിഞ്ഞപ്പോ, അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം കഴിഞ്ഞപ്പോ സ്വഹാബികൾ ഇനി അതൊരു വഹി വന്നുകൊണ്ട് നിർബന്ധമാണെന്ന് പറയൂലല്ലോ. എന്തുകൊണ്ട്? നബി തങ്ങൾ വഫാത്തായി. അപ്പൊ സ്വഹാബികൾ അത് പള്ളിയിൽ 20 തന്നെ പൂർത്തീകരിച്ചു, 3 വിത്റും നിസ്കരിച്ചു. അങ്ങനെയാണ് ഹദീസിലുള്ളത്. അല്ലാതെ നബി 8 നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ 8 നിസ്കരിച്ചിട്ടുണ്ട്, ശേഷം അവിടെ നിന്ന് ബാക്കി 12 നിസ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ നിസ്കാരത്തിന്റെ റക്അത്തുകളിൽ പല റിവായത്തുകളുണ്ട്. അതായാലും നബി തങ്ങൾ വീട്ടിൽ പോയി ബാക്കി പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. ഞാൻ അത് സംബന്ധമായിട്ട് കുറച്ച് ഹദീസ് പറയാം. ഇമാം ബൈഹഖി അവിടുത്തെ സുനനുൽ കുബ്രയിൽ കൃത്യമായി ഓർത്തിരിക്കണേ, ഈ നോമ്പ് തുറന്നപ്പോ ഒരു 2 പത്തിരിയും ഒരു 3 സമൂസയും കൂടുതൽ കഴിച്ചാൽ നമ്മുടെ മദ്ഹബ് പിന്നെ പറയുന്നത് 8ആയാലും കുഴപ്പമില്ല, ഉറക്കം വരണ്ട് എന്നുള്ളതാണ്. 8ആയാലും എന്നാ കുഴപ്പം, അവർക്ക് 8 നിസ്കരിക്കും, അവരെന്തേലും കാണിച്ചോട്ടെ. അള്ളാഹു നന്നാക്കട്ടെ, എല്ലാരും അള്ളാഹു നന്നാക്കട്ടെ. എന്തിനാണ് ഈ അമൽ ഇങ്ങനെ കുറയ്ക്കുന്നത്? അമല് കുറയ്ക്കും. ഇത്രയും ദിവസം ഷാബാനിലും റജബിലൊക്കെ നോമ്പില്ല, ഇത് വെറുതെ ഉണ്ടാക്കി പറയുന്നതാണ്. അങ്ങനെ ഒരു നോമ്പില്ല, ബറാഅത്ത് രാവിലെ അങ്ങനെയായിരുന്നു. എന്തിനാണ് ഈ അമല് കുറയ്ക്കുന്നത്? ഇല്ല എന്ന് പറയുന്നതൊക്കെ അവർക്കറിയില്ല എന്നത് ഇല്ല എന്നാണ്. ഇപ്പൊ എന്നോട് ഇദ്ദേഹം ചോദിക്കാണ്, ഇന്നലെ വൈകുന്നേരം ഫലസ്തീനിൽ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് എന്നോട് ചോദിച്ച ഒരു പക്ഷേ ഞാൻ ഇന്ന് പത്രം വായിച്ചത് ഒരു പക്ഷെ പറയാം, നേരെ മറിച്ച് ഞാനത് കണ്ടിട്ടില്ല, ഞാൻ അവിടെ പോയിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ സംഭവമില്ല എന്നല്ല അതിനർത്ഥം. ഞാൻ കാണാത്തതും ഞാൻ അറിയാത്തതും ഒന്നും ഇല്ല എന്നല്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. തറാവീഹ് നിസ്കാരത്തെ ചുരുക്കി ഹദീസ് ഇമാം ബൈഹഖിയുടെ സുനനുൽ കുബ്ര ആ ഗ്രന്ഥത്തിൽ കാണാം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫീ ശഹ്രി റമളാന ഫീ ഗൈരി ജമാഅത്തിൻ ബി20 റക്അത്തൻ വൽ വിത്റാ. ജമാഅത്തിൽ പങ്കെടുക്കാതെ മാറി നിന്ന് റസൂലുള്ളാഹി നിസ്കരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ഇത് ഫർളാകുമോ എന്ന് ഭയന്നതുകൊണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റമളാനിൽ ജമാഅത്ത് കൂടാതെ തറാവീഹ് നിസ്കരിച്ചിരുന്നത് 20 റക്അത്താണ്. അതിന് പുറമേ വൽ വിത്ർ നിസ്കരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ്.
അങ്ങനെയാണ് 20 പുറമേ വിത്ർ നിസ്കരിച്ചിട്ടുണ്ട്. ബൈഹഖി ഇമാം അവിടുത്തെ സുനനുൽ കുബ്രയിൽ ഈ ഹദീസ് പറയുന്നു. മറ്റൊരു ഹദീസ് കേട്ടോ, ഇമാം ബൈഹഖിയുടെ തന്നെ സുനനുൽ കുബ്രയാണ്. അനിസ്സായിബ് ഇബ്നു യസീദ് ഖാല കാനു അരാ സായിബ് ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. റസൂലുള്ളാഹിയുടെ പ്രധാനപ്പെട്ട സ്വഹാബിയാണ് സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയാണ്, കാനൂ യഖൂമുന അലാ അഹദി ഉമർ ഇബ്നുൽ ഖത്താബ് ഫീ ശഹ്രി റമളാൻ ബ20 റകഅത്തൻ. സായിബ് ഇബ്നു യസീദ് തങ്ങൾ പറയാണ്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം വന്നപ്പോ അന്ന് സ്വഹാബികൾ തറാവീഹ് നിസ്കാരം നിർവഹിച്ചിരുന്നത് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലഘട്ടത്തിൽ നിസ്കരിച്ചിരുന്നത് റമളാൻ മാസത്തിൽ അവർ നിസ്കരിച്ചിരുന്നത് ഫീ ശഹ്രി റമളാൻ ബ20 റകഅ. എത്രയാ? 20. നിങ്ങളൊക്കെ എക്സ് ഗൾഫുകാരല്ലെന്ന് പറഞ്ഞ 20 എത്രയാ? 8 എന്നാണോ? അല്ല, 20 റകഅത്ത് നിസ്കരിച്ചു എന്ന് ആ ജമാഅത്തിൽ പങ്കെടുത്ത ഉമർ ഇബ്നുൽ ഖത്താബ് ഇമാമായി നിശ്ചയിച്ച സ്വഹാബിയുടെ പിന്നിൽ നിന്ന് നിസ്കരിച്ച സ്വഹാബിയായ സായിബ് ഇബ്നു യസീദ പറയുന്നത് റളിയല്ലാഹു അൻഹു, അന്ന് സ്വഹാബികൾ 20 നിസ്കരിച്ചിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, 1,00,000-ലധികം സ്വഹാബികളാണ് ജീവിച്ചിരുന്നത്. വലം യുൻകിറ അഹദുൻ അലൈഹി, ഒരാൾ പോലും ഉമറിനെതിരെ ആക്ഷേപം പറഞ്ഞിട്ടില്ല. 1,00,000 സ്വഹാബികളാ അന്ന് ജീവിച്ചിരുന്നത്. ഒരു സ്വഹാബി പോലും എന്തേ ഉമറേ ഈ 20 റസൂലുള്ളാഹി പള്ളിയിൽ 8 നിസ്കരിച്ചിട്ട് ബാക്കി വീട്ടിൽ പോയി നിസ്കരിച്ചിട്ട് അതുകൊണ്ട് 8 മതി എന്ന് ഉമറിനോട് പറഞ്ഞിട്ടില്ല. ആദ്യം പറഞ്ഞു നബി തങ്ങൾ 20 നിസ്കരിച്ചിട്ടുണ്ടെന്ന് സ്വഹാബി പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലം വന്നപ്പോൾ അത് ജനകീയമായി. അന്ന് നബി തങ്ങൾ നിർത്തിയത് വഹി വന്ന് നിർബന്ധമാകുമെന്ന് പറയുന്നത് കൊണ്ട് അപ്പൊ നിബിധങ്ങൾ ഇല്ലാത്തൊരു കാലത്ത് ഇനി എന്തായാലും വഹിയും വരൂല, അത് നിർബന്ധമാവൂല. അപ്പൊ ഉറപ്പായിട്ടും ആ പഴയ സിസ്റ്റത്തിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് കൊണ്ടുവന്നു. അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ എന്ന് പുണ്യനബി എന്റെ സുന്നത്തുകളെ നിങ്ങൾ മുറുകെ പിടിക്കണം, അതുപോലെ തന്നെ ഖുലഫാഉർ റാഷിദീങ്ങൾ കൊണ്ടുവന്നതിനെയും മുറുകെ പിടിക്കണം. ഖുലഫാഉർ റാഷിദീങ്ങൾ കൊണ്ടുവന്നതിനനുസരിച്ചേ പറ്റൂന്നാ പറഞ്ഞത്. ഖുലഫാഉർ റാഷിദീങ്ങൾ കൊണ്ടുവന്നതാണ് മുസഹഫിന്റെ ഗ്രന്ഥരൂപം. ഖുലഫാഉർ റാഷിദീങ്ങൾ കൊണ്ടുവന്നതാണ് ജുമുഅ ദിവസത്തില് ളുഹറിന്റെ നേരത്തെ ഇപ്പൊ നടക്കുന്ന ഒരു വാങ്കുണ്ട്, അത് ഖുലഫാഉർ റാഷിദീങ്ങൾ കൊണ്ടുവന്നതാണ്. അങ്ങനെ പലതും അവർ കൊണ്ടുവന്ന് നമ്മൾ അനുസരിച്ചു പോരുന്നുവെങ്കിൽ തറാവീഹ് നിസ്കാരത്തിന്റെ ജമാഅത്തിനെ 20 റകഅത്തായി പള്ളിയിൽ റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ തുടക്കത്തിൽ ഉണ്ടായത്, പിന്നെ അവിടെ അങ്ങോട്ട് നിർത്തിയിട്ട് അത് നിർബന്ധമാകുമോ എന്ന് ഭയന്നതിന്റെ പേരിൽ റസൂലുള്ളാഹി നിർത്തിയത്. പിന്നീട് അവിടുത്തെ കാലശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് തുടങ്ങിയത് ബിദ്അത്തല്ല. അന്ന് ഇനി ഏതായാലും വഹി വരൂല, നിർബന്ധമാകൂല. അതിന്റെ പേരിൽ ഉറപ്പിക്കാം ഇത് 20 തന്നെ നമുക്ക് സുന്നത്തായി തന്നെ പരസ്യമായി നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിച്ചു കൊടുത്തു കൂടിയ സ്വഹാബിയാണ് സായിബ് ഇബ്നു യസീദ്. ഹദീസ് ഇമാം ബൈഹഖിയുടെ സുനനുൽ കുബ്രയിൽ പിന്നെയും കാണാം. ഇനി കേട്ടോളൂ മറ്റൊരു ഹദീസ്. ഇമാം ഇബ്നു അബി ശൈബ അവിടുത്തെ മുസന്നഫിൽ രേഖപ്പെടുത്തുന്നു. ആരാ? ഇബ്നു അബി ശൈബ ഇമാം ബുഖാരിയുടെ ഉസ്താദ. മഹാനവറുകൾ പറയുകയാണ്, അനിൽ ഹാരിസ്, മഹാനായ സ്വഹാബി ഹാരിസ് റളിയല്ലാഹു അൻഹു. ആരാ ഹാരിസ്? ആ മഹാൻ ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. മഹാനായ ഹാരിസ് റളിയല്ലാഹു അൻഹു കാന യഉമ്മുൻ നാസ ഫീ റമളാന ബില്ലൈൽ. മഹാനവറുകൾ റമളാൻ മാസത്തിൽ ജനങ്ങൾക്ക് ഇമാമായി തറാവീഹ് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുമ്പോ അന്ന് നിസ്കരിച്ച റകഅത്ത് 20 റകഅ. എത്രയാ? 20 റകഅത്താണ് മഹാനായ ഹാരിസ് എന്നവര് ഇമാമായി നിസ്കരിക്കുമ്പോൾ സ്വഹാബികൾ പിന്നിൽ നിന്ന് നിസ്കരിച്ചത് 20 റകഅത്ത്. ഹദീസ് എവിടെ ഉണ്ട്? മഹാനായ ഇമാം ഇബ്നു അബി ശൈബയുടെ മുസന്നഫിൽ കാണാം. വയൂതിറു ബിസലാസ്, 20 കഴിഞ്ഞിട്ടാണ് പിന്നെ 3 റകഅത്ത് വിത്ർ നിസ്കരിച്ചത്. വയഖ്നുതു ഖബ്ല റുകൂഇ, അവസാനത്തെ 15 വന്നപ്പോ റുകൂഇനോട് അടുപ്പിച്ച് ഖുനൂത്ത് മോദിയിട്ടുണ്ടേ. അപ്പൊ അതുമായി എപ്പോ? അവസാനത്തെ 15. ആദ്യം പറഞ്ഞത് 20 റകഅത്ത് തറാവീഹ് നിസ്കരിച്ചു, പിന്നെ വയൂതിറു ബിസലാസ് 3 റകഅത്ത് വിത്ർ നിസ്കരിച്ചു. വിത്ർ നിസ്കരിച്ചപ്പോൾ അവസാനത്തെ
റക്അത്തിൽ റുക്കൂഇനോട് ചേർന്ന് തന്നെ എന്തുണ്ടായിട്ടുണ്ട്? ഖുനൂത്തുണ്ടായിട്ടുണ്ട്. ഖുനൂത്ത് ഉണ്ടായിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ ഖുനൂത്ത് ഓതിയിട്ടുമുണ്ട്, ചില സന്ദർഭത്തിൽ ഓതാത്തതുമുണ്ട്. ഇസ്ലാമിക കർമ്മശാസ്ത്രം ക്രോഡീകരിച്ചപ്പോൾ ഇമാമുന ശാഫിഈ ഖുനൂത്ത് ഓതിയ സന്ദർഭങ്ങളെ മുഴുവനും ആ ക്രമത്തിൽ വന്ന അമലുകളെ ശാഫിഈ മദ്ഹബിലേക്ക് ചേർത്തുകൊണ്ട് ഫിഖ്ഹിന്റെ നിയമങ്ങൾ അങ്ങനെ ക്രോഡീകരിച്ചു. റസൂലുള്ളാഹി ഖുനൂത്ത് ഓതാത്ത സന്ദർഭങ്ങളെ ആ വഴിക്ക് വന്ന അമലുകളുടെ ക്രോഡീകരണത്തിൽ അബൂ ഹനീഫത്തുൽ കൂഫി ഖുനൂത്ത് ഒഴിവാക്കിയും ക്രോഡീകരിച്ചു. രണ്ടുണ്ട്. ഇവിടുന്ന് പകുതി എടുത്തു, അവിടുന്ന് പകുതി എടുത്തിട്ടൊരു മദ്ഹബ് ഇല്ല. ഒന്ന് ഇതില് പോകുന്ന ആളാണെങ്കിൽ, ഫുള്ള് ഖുനൂത്തില്ലാതെ പോകുന്ന മദ്ഹബിലാണ് എങ്കിൽ, ആ ക്രോഡീകരണത്തിന്റെ അമലിലാണെങ്കിൽ അതിൻ്റെതായ നിബന്ധനകളിൽ തന്നെ നിസ്കരിക്കണം. ഇത് ഇവിടുത്തെ നിബന്ധന എടുത്തിട്ട് അവിടെ പോയി രണ്ടും കൂടി നടക്കൂല. ഇപ്പൊ ഒരു വർക്ക്ഷോപ്പിൽ ചെന്നപ്പോ ആ വർക്ക്ഷോപ്പില് യമഹയുടെ വാഹനം നന്നാക്കാൻ കൊണ്ടുവന്നപ്പോ അതിന്റെ തലയും വാലും ഒക്കെ യമഹയുടേതും ബാക്കി അതിന്റെ ഉടലിന്റെ നടുഭാഗം ഹീറോണ്ടയും വെച്ച് കഴിഞ്ഞാൽ നടക്കുമോ? രണ്ടും ശരിയായി കൊള്ളുന്നില്ല. ചില ആളുകൾക്ക് മദ്ഹബില്ല, അവർക്ക് അത് ഇതൊക്കെ എടുക്കുക, എല്ലാം കൂടിയാവും. എന്തേ മദ്ഹബില്ല? നമ്മൾ ഹദീസ് നോക്കിയാ ജീവിക്കണം. ഹദീസ് നോക്കി ജീവിച്ചോണ്ട് ഇപ്പൊ ഈ പറഞ്ഞ ഹദീസാണെന്ന് ഇപ്പൊ എങ്ങനെ ഉറപ്പിക്കാം? ഇപ്പൊ അങ്ങനെ ചെയ്യാൻ നിന്ന് ഒന്നുമില്ലേ. ഹദീസാണെന്ന് ബോധ്യപ്പെട്ടത് മദ്ഹബും മഹാന്മാരായ സ്വഹാബികളുടെ ഇജ്മാഅൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് ഹദീസാണെന്ന് ബോധ്യപ്പെട്ടത്. ഹദീസാണെന്ന് ഹദീസ് അനുസരിച്ച് ജീവിക്കാൻ അവർ തീരുമാനിച്ച്. ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്താണല്ലോ ഹദീസ്. ഇമാം ബുഖാരി മദ്ഹബുകാരനാണ്. മുപ്പര പറ്റൂല, മുപ്പര മദ്ഹബും പറ്റില്ല. അപ്പൊ മുപ്പരുണ്ടാക്കിയ കൊണ്ടുവന്ന ഹദീസ് പറ്റൂ. അപ്പൊ ഏതായാലും നമ്മൾ ഈ ചെയ്തു പോരുന്നതിലൊക്കെ പുതിയത് പറഞ്ഞു വരുന്നതിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട്. അവരെ അള്ളാഹു നന്നാക്കട്ടെ. ഏതായാലും അതിലൊന്നും പോയി പെടേണ്ടതില്ല. ഇതൊന്നും കാണാതെയല്ല ഈ കണ്ട കാലം മുഴുവൻ നമ്മുടെ ഉലമാ ദീൻ പറഞ്ഞു തന്നത്. ഈ പുതിയതുമായി വന്നവരിൽ പിശാചിന്റെ ഒരുപാട് ശ്രമങ്ങളുണ്ട്. ഏതായാലും പരിശുദ്ധ റമദാൻ വരുന്നത് നിസ്കാരത്തിന്റെ വലിയ സന്ദേശം പറഞ്ഞുകൊണ്ടാ. ഒരുപാട് നിസ്കരിപ്പിക്കുന്നുണ്ട് നമ്മളെ കൊണ്ട്. ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ആരാധനയായ നിസ്കാരത്തെ ഒരുപാട് ചെയ്യിക്കുന്നുണ്ട് നമ്മളെ കൊണ്ട്. കേട്ടോളൂ, പരിശുദ്ധ റമദാനിന്റെ നിസ്കാരത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. പരിശുദ്ധ റമദാനിന്റെ പ്രത്യേകിച്ച് രാത്രിയിലെ നിസ്കാരത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു ഹദീസ് കേട്ടോളൂ. അഹ്മദ് സമർകന്ദി പറയുന്ന ഒരു ഹദീസാണ്. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അള്ളാഹുവിന്റെ അർശിന്റെ പരിസരത്ത് പ്രകാശം നിറഞ്ഞ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിന് പറയുന്നത് ഹലീറത്തുൽ ഖുദ്സി എന്നാണ്. ഹലീറത്തുൽ ഖുദ്സ്, അത് മുഴുവനും പ്രകാശ. അള്ളാഹുവിന്റെ അർശിന്റെ താഴെ ഒരു പ്രത്യേകമായ ഒരു ഭാഗമാണിത് ഹലീറത്തുൽ ഖുദ്സ്. അവിടെ കുറെ മലക്കുകളുണ്ട്. ലാ യുഹ്സി അദദഹും ഇല്ലല്ലാഹ്. എത്ര മലക്കാണ് അവിടെ ഉള്ളതെന്ന് അള്ളാഹുവിന് മാത്രമേ എണ്ണം അറിയൂ. അത്രയും മലക്കുകൾ ഹലീറത്തുൽ ഖുദ്സിലുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അർശിന്റെ ഒരു പ്രത്യേകമായ ഭാഗത്ത് ആ പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ഹലീറത്തുൽ ഖുദ്സിൽ എണ്ണമറ്റ മലക്കുകളുണ്ട്. യഅ്ബുദൂനല്ലാഹ ഇബാദത്തൻ ലാ യഫ്തറൂന സഅ. ഒരു നിമിഷം പോലും തളർച്ചയില്ലാതെ അവർ അവിടെ നിരന്തരം ഇബാദത്ത് ചെയ്യുന്ന മലക്കുകളാണ്. ആ മലക്കുകൾ ഫൈദാ കാന ലയാലി ശഹ്രി റമദാന ഇസ്തഅ്ദനു റബ്ബഹും അൻ യൻസിലു ഇലൽ അർളി. റമദാന്റെ രാവ് ആകുമ്പോൾ ഒരു തളർച്ചയുമില്ലാതെ ഇതുവരെ ഇബാദത്ത് ചെയ്ത മലക്കുകൾ റമദാന്റെ രാത്രിയാകുമ്പോൾ അല്ലാഹുവോട് അനുവാദം ചോദിക്കും, പടച്ച റബ്ബേ, ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഞങ്ങൾക്ക് അനുവാദം തരുമോ? അള്ളാഹു അനുവാദം കൊടുക്കും. എന്തിനാണ് ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതെന്നറിയുമോ? ഫയുസല്ലൂന മഅ ബനീ ആദമ. ആദം സന്തതികൾ ഭൂമിയിൽ നിസ്കരിക്കുന്നുണ്ട്. ഭൂമിയിലെ നിസ്കാരക്കാരായ മനുഷ്യരുടെ കൂടെ ഒന്ന് നിസ്കരിക്കാൻ നീ ഞങ്ങളെ ഒന്ന് പറഞ്ഞയക്കുമോ അല്ലാഹ്? കൊതിയായിട്ടാണ് അവരുടെ കൂടെ നിസ്കരിക്കാൻ. അള്ളാഹു അനുവാദം കൊടുക്കും. ഫയൻസിലൂന കുല്ല ലൈലത്തിൻ ഇലൽ അർള്. അങ്ങനെ റമദാനിന്റെ എല്ലാ രാത്രിയിലും ഈ മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട്. നിസ്കാരം വേണം സഹോദര, നിസ്കാരം വേണം സഹോദരി. റമദാനിന്റെ എല്ലാ രാത്രിയിലും ഈ മലക്കുകൾ ഇറങ്ങി വരും. അങ്ങനെ ആ മലക്ക് വന്നുകൊണ്ട് നമ്മുടെ കൂടെ നിസ്കരിക്കുന്നുണ്ട്. ഇത് റമദാനിന്റെ രാത്രിയിലെ മാത്രം പ്രത്യേകതയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച 20 റക്അത്തിന്റെ ആ
നിർവഹണത്തിലാണ് നമ്മൾ ഉള്ളത് എങ്കിൽ ആ മലക്കിന് എന്തൊരു ഇഷ്ടമായിരിക്കും. സ്വഹാബികൾ അത് അടിവരയിടുന്നോടത്താണ് നമ്മളുടെ നിലപാട് എങ്കിൽ മലക്കിന് എത്ര ഇഷ്ടമായിരിക്കും. നമ്മുടെ തറാവീഹ് നിസ്കാരത്തിൽ മലക്ക് കൂടെ നിസ്കരിച്ചു എന്ന ഭാഗ്യം അല്ലാഹു നാളെ നമുക്ക് രേഖപ്പെടുത്തി കാണിച്ചു തരട്ടെ. അല്ലാഹു അത് അനുഭവിക്കാൻ ഭാഗ്യം തരട്ടെ. അങ്ങനെ മലക്ക് ചേർന്ന് നിന്ന് നിസ്കരിക്കുമെന്നല്ലേ പറഞ്ഞത്. മലക്കുകളുടെ പ്രത്യേകത, അവർ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ വിടവിടാതെ നിസ്കരിക്കുന്ന, വിടവുണ്ടാവില്ല അവരുടെ സഫിന്, വിടവുണ്ടാവില്ല. വിടവുള്ള സഫ ആരുടെ സഫ? അത് മറ്റേ സഫാണ്. ആരുടെ? ഈ മൂപ്പര് എത്ര കൂട്ടിപ്പിടിച്ചാലും വിടവ് വരും. അത് മൂപ്പരുടെ പ്രശ്നമാണ്. മൂപ്പര് ചില പാത്രം ഉണ്ടല്ലോ, എത്ര അടുപ്പിട്ടാലും ശരിയാവൂല. അത് പിന്നെ ലാസ്റ്റ് ഒരു ഇടി കൊടുത്തിട്ടാണ് എന്ത് ചെയ്യാ, അത് അങ്ങനെ പോയിട്ടുള്ളൂ. നേരെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇടിച്ചത്. ഇപ്പൊ ആദ്യം 2 ദിവസം ഇടിച്ചുള്ളൂ, പിന്നെ 3ന്റെ അതുപോലെ ഇടി കൊടുത്താലേ ആ പാത്രത്തിൽ അടുപ്പ് ഫിറ്റ് ആവുള്ളൂ. ഇവരീസ് എത്ര സഫ് ഉണ്ടാക്കാൻ നോക്കിയാലും വിടവ് വരും. മലക്കുകളുടെ സഫ്, മലക്കിന്റെ സഫ് അതൊരു പ്രത്യേക സഫ. ഒരു മുട്ടിയേ നിൽക്കൂ. ചുമലിനോട് മുട്ടണം. നിസ്കാരത്തിന്റെ സഫ് അങ്ങനെയാണ്, ചുമലിനോട് മുട്ടണം. ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം AC കൊള്ളുണ്ട്. ഇത്തിരി മുട്ടിയാലും നടക്കണ പരിപാടിയല്ല ഇതൊന്നും. നമ്മുടെ നിസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെന്തോ ഒരു വലിയ സംഭവമായിട്ടായിരിക്കുന്നത്. നമ്മൾ വലിയ എന്തോ ഒക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട്. നമുക്ക് മാർക്കിട്ട് നമുക്ക് മാർക്കിടാൻ നമ്മളല്ലല്ലോ വേണ്ടത്. ഏതായാലും മലക്കുകൾ നിന്റെ നിസ്കാരത്തിന്റെ കൂടെ കഴിഞ്ഞ രാത്രിയിൽ കൂടാൻ അള്ളാഹുവോട് അനുവാദം ചോദിച്ച് നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, നിന്റെ മഹല്ലത്തിലെ പള്ളിയിൽ വന്നിട്ടുണ്ട്. നീ നിസ്കരിച്ചപ്പോൾ നിന്റെ മഗ്രിബിലും നീ മഗ്രിബ് കഴിഞ്ഞ് നിസ്കരിച്ച സുന്നത്തിലും തറാവീഹിലും തഹജ്ജുദിലും ഒക്കെ നിന്നോട് മുട്ടി നിന്ന് ലക്ഷക്കണക്കിന് മലക്കുകൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോളൂ, മലക്കിങ്ങനെ ചേർന്ന് നിന്ന് റമദാന്റെ രാത്രിയിൽ കൂടെ നിന്ന് നിസ്കരിച്ചപ്പോൾ ആരൊക്കെ മലക്കിനെ മുട്ടിയിട്ടുണ്ടോ, ആരോടൊക്കെ മലക്ക് ഇങ്ങോട്ട് മുട്ടിയിട്ടുണ്ടോ, അങ്ങനെ മലക്ക് സ്പർശിച്ച മനുഷ്യൻ പിന്നെ പരാജയപ്പെടൂല. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അങ്ങനെ ഒരു നിസ്കാരത്തിന്റെ അവസരം റമദാനിലുണ്ടെന്ന് സ്വഹാബികൾ സന്തോഷിച്ചതാണ്. റമദാനിൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു മദീനയിൽ രാത്രി ഇറങ്ങി നടക്കാണ്. എല്ലാ പള്ളികളും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തറാവീഹ് നിസ്കാരം 20 റക്അത്തായി പ്രഖ്യാപിച്ചത് നടപ്പിൽ വരുത്തി. റസൂലുള്ളാഹി ആദ്യ കാലങ്ങളിൽ നിർബന്ധമാകുമോ എന്ന് ഭയന്നത് കൊണ്ടാണ് 8 പള്ളിയിൽ നിസ്കരിച്ച് ബാക്കി വീട്ടിൽ നിസ്കരിച്ചത്, ജമാഅത്തിൽ നിർബന്ധിക്കാതിരുന്നത്. ആദ്യം 1-2 ദിവസം അങ്ങനെ 20ആയി നിസ്കരിച്ചു, ജമാഅത്തായി നിസ്കരിച്ചൊക്കെ ശരിയാണ്. പിന്നെ വഹയി വന്ന് നിർബന്ധമാകുമോ എന്ന് ഭയന്നത് കൊണ്ടാണ് അങ്ങനെ നബി തങ്ങൾ ചെയ്യാത്തതെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് എല്ലാവരെ കൊണ്ടും 20 ജമാഅത്തായി നിസ്കരിപ്പിക്കാൻ ശ്രമിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ്. അലിയാർ തങ്ങൾ ഇങ്ങനെ ഒരു ദിവസം മദീനത്തെ പള്ളിയുടെ പരിസരങ്ങളിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പരിസരങ്ങളിലൊക്കെ തറാവീഹ് നിസ്കാരത്തിന്റെ ഖിറാഅത്ത് കൊണ്ട് മുഖരിതമാണ്. പള്ളിയിൽ സ്ഥലമില്ലെങ്കിൽ അപ്പുറത്തേക്ക് മാറി മറ്റൊരു ജമാഅത്ത്, പിന്നെ അവിടെ കുറച്ച് വീട്ടുകാർ കൂടി നിൽക്കുന്ന മുറ്റത്തൊരു ജമാഅത്ത്. ഇങ്ങനെ തറാവീഹ് നിസ്കാരത്തിന്റെ ജമാഅത്തുകൾ ഇങ്ങനെ കണ്ട് പോകുമ്പോൾ തറാവീഹ് നിസ്കാരത്തെ ഇതുപോലെ ജനകീയമാക്കി 20ന്റെ ആ റക്അത്തിലേക്ക് വീണ്ടും പുനഃസ്ഥാപിച്ച ഉമറിന് വേണ്ടി മഹാനായ അലി ഇബ്നു അബി താലിബ് അങ്ങ് ദുആരക്കാൻ തുടങ്ങി. അല്ലാഹുമ്മ നവ്വിർ ഖബറ ഉമറ കമാ നവ്വറ മസാജിദനാ ബിൽ ഖുർആൻ. മദീന നഗരി മുഴുവനും ഇപ്പോൾ ഖുർആൻ പാരായണം കൊണ്ട്, തറാവീഹ് നിസ്കാരം കൊണ്ട് പ്രകാശപൂരിതമായി നിൽക്കുന്നല്ലോ അല്ലാ. ഇങ്ങനെ ഒന്ന് വീണ്ടും സ്ഥാപിക്കാൻ നബി തങ്ങളുടെ വഫാത്തിന് ശേഷം സ്വഹാബികൾക്കിടയിൽ ഇത്ര വലിയ ശ്രമകരമായ ബോധവൽക്കരണവും പിന്നെ തറാവീഹിന്റെ പുനഃസംവിധാനവും ഉമർ നടത്തിയത് ഇതുപോലെ മദീന വെളിച്ചമാകാൻ വേണ്ടിയാണ് എങ്കിൽ ആ ഉമറിന്റെ ഖബർ നീ വെളിച്ചമാക്കണേ എന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു ദുആരുന്നു. മഹാനായ അഹ്മദ് സമർഖന്ദി രേഖപ്പെടുത്തുന്നു. അപ്പൊ തറാവീഹ് നിസ്കാരം നമുക്ക് വേണം. അത് 20 അതിന്റെ റക്അത്ത്. ശേഷം 3 റക്അത്ത് വിത്ർ നിസ്കരിക്കുമ്പോൾ
തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് എൻ്റെ മുന്നിലുള്ളത്. വിത്ർ നിസ്കരിക്കുമ്പോൾ 2 ഓപ്ഷനാണ് നമുക്കുള്ളത്. ഉറങ്ങിപ്പോകുമെന്ന് തോന്നുകയാണെങ്കിൽ സുബഹി ബാങ്ക് വിളിക്കുമ്പോഴേ എഴുന്നേൽക്കൂ, തഹജ്ജുദ് കയ്യിൽ നിന്ന് പോകും, അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ചാൽ പിന്നെ വിത്ർ നിസ്കരിക്കാൻ നേരം കിട്ടൂലെന്നൊരു തോന്നലുണ്ടെങ്കിൽ ആ വിത്ർ നേരത്തെ നിസ്കരിച്ചേക്കണം. അത് റസൂലുള്ളാഹി ചെയ്തിട്ടുള്ളതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തിരുന്ന ആളാണ്. മനസ്സിലായില്ല? കയ്യിൽ നിന്ന് പോകും വിത്ർ. അതായത് വിത്ർ ഉറങ്ങി എണീറ്റിട്ട് തഹജ്ജുദിന്റെ കൂടെ നിസ്കരിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഒരാള് ഉറപ്പിച്ച പോണത്. ഉറപ്പായിട്ട് എണീക്കലുണ്ട്, അങ്ങനെ മുടങ്ങലില്ല എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഇല്ലെങ്കിൽ ഞങ്ങൾ മുടങ്ങിപ്പോ ഇത്തിരി ഉറങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സുബഹിയുടെ തൊട്ടടുത്ത സമയത്ത് ഞാൻ ഇനിയിപ്പോ തഹജ്ജുദ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നേരം കിട്ടിയെന്ന് വരില്ല, അങ്ങനെ വിത്ർ കിട്ടൂലെന്ന് തോന്നുകയാണെങ്കിൽ അത് വിത്ർ ഉറങ്ങണതിന് മുമ്പ് നിസ്കരിച്ച് വെച്ചേക്കണം. അത് ഹദീസിലുള്ളതാണ്. റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ട്, ഒരു സന്ദർഭത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിനെ ഫോളോ ചെയ്തിരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നാൽ ഇജ്അലു ആഖിറ സലാത്തിക്കും ബില്ലൈലി വിത്ര എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രിയിൽ ഏറ്റവും അവസാനത്തെ നിസ്കാരം വിത്രാവട്ടെ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? മുപ്പരിത്തിരി കർക്കശ കണിശിത സ്വഭാവക്കാരനാ. ഉറങ്ങിയിട്ട് അങ്ങോട്ട് എണീറ്റപ്പോ എന്താ കുഴപ്പം? മുപ്പര് എന്താ അങ്ങനെ എണീക്കണമെന്നേ എന്നപ്പോ കുഴപ്പം? മൂപ്പര് അങ്ങനെ ചിന്തിച്ച ആളായതുകൊണ്ട് മൂപ്പര് ഉറങ്ങി എണീറ്റിട്ടാണ് വിത്ർ നിസ്കരിച്ചിരുന്നത്. അതിനെ ഫോളോ ചെയ്ത ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഹദീസ് ഫോളോ ചെയ്തു. അതിനെ ഫോളോ ചെയ്തിരുന്ന ആളായിരുന്നു മഹാനായ സയ്യിദുനാ അലി. സ്വഭാവത്തിൽ രണ്ടാളും ഏകദേശം വലിയ മാറ്റമൊന്നുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫോളോ ചെയ്തത് ഉറങ്ങുന്നതിന് മുമ്പ് നിസ്കരിക്കുക എന്നതാണ് മിക്കവാറും ഫോളോ ചെയ്തത്. ആ വഴിയിലായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പൊ നമുക്കത് രണ്ടും കിട്ടും. എങ്ങനെയാണെന്നറിയോ? നമ്മള് തഹജ്ജുദിനെ എണീറ്റിട്ട് നിസ്കരിക്കുമ്പോൾ 1 റക്അത്ത് വിത്ർ നിസ്കരിച്ചാൽ മതി. ഉറങ്ങുന്നതിന് മുമ്പ് 2 or 4 ഒക്കെ നിസ്കരിച്ച് വെച്ചേക്കാം. എന്തോരം വഴുത് പറഞ്ഞാലും ചില സോപ്പൊടി ഉപയോഗിച്ചാൽ മതി, അത് എന്തോരം കഴിയാല പത പോവില്ല. എന്തോരം വഴുത് പറഞ്ഞാലും ഈ സംശയം ആർക്കും മാറൂല. അത് പിന്നെ ഇങ്ങനെ അതിങ്ങനെ അല്ല ആയത്തുള്ള മോദി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്ന മാതിരി, യാസീൻ തീരാത്ത മാതിരി ഇങ്ങനെ ഈ സംശയം എന്തിനാ തീരൂല. ഇത് കഴിഞ്ഞ് 5 ടൈം പിന്നെ ചോദിക്കൂട്ടോ. കാരണം എന്താ? അതാപ്പത്തിനെ മറന്നു. ഇടയ്ക്ക് എനിക്ക് തോന്നി തന്നെ കളിയാക്കണയാണോ എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു വിത്തറിന്റെ ഒറ്റ ആയിട്ടുള്ള ലാസ്റ്റ് 1 റക്അത്ത് തഹജ്ജുദ് കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതി. തഹജ്ജുദ് കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതി. ഇനി എങ്ങനെ ഏതെങ്കിലും ഒരു നിസ്കാരങ്ങൾ രാത്രിയിൽ നമുക്ക് മിസ്സായിട്ടുണ്ട്, പിറ്റേന്ന് ളുഹയിലേക്ക് കൂട്ടിയിട്ട് ളുഹയുടെ റക്അത്തുകളിൽ നമ്മളിപ്പോ ഒരു 12 പൂർത്തീകരിക്കലില്ല, ഒരു 4 ഒക്കെ നിസ്കരിക്കണുള്ളെങ്കിൽ ആ ളുഹയുടെ ആ റക്അത്തിൽ അതൊരു പരിഹാരമായിട്ട് ഒന്ന് കൂടുതൽ. ഇപ്പൊ 2 റക്അത്ത് തഹജ്ജുദ് നമ്മൾ നിസ്കരിക്കലുള്ളതാൽ 2 or 10 ആയിക്കോട്ടെ, തഹജ്ജുദ് അങ്ങ് മുടങ്ങി, നമ്മൾ എന്ത് ചെയ്യാ? അത് ഇനിയിപ്പോ തഹജ്ജുദ് മുടക്കിയിട്ട് ഇനി അപ്പുറം നിസ്കരിക്കാന്നുള്ള ഓപ്ഷൻ എടുക്കണ്ട. എങ്ങാനും മുടങ്ങിപ്പോ ഒരു വിഷമമുണ്ട്, നിസ്കരിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോഴുണ്ട് ളുഹ. എന്ത് ചെയ്യാ? ളുഹ സാധാരണ നിസ്കരിക്കുന്ന നമ്മളൊരു 4 or 6 or 8 ഒക്കെ ആണെങ്കിൽ, 12 നിസ്കരിക്കുന്നവരാണെങ്കിൽ പറ്റൂല. 12ൽ 10 ളുഹ നിസ്കരിച്ച് 2 ആ തഹജ്ജുദിന്റെ മുത്തലക്കൻ 2 റക്അത്ത് സുന്നത്തായിട്ട് അങ്ങനെ 2 റക്അത്ത്. ഇന്നലെ എനിക്കത് പറ്റിയില്ല. തഹജ്ജുദ് ഖളാ വീട്ടിലല്ല, അതിന് വേണ്ടിയിട്ട് ഒരു സന്തോഷത്തിന്. എന്റെ അഭിപ്രായത്തില് നമ്മൾ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ശരീരത്തിനെ ഒന്ന് പരിശീലിപ്പിക്കല്. ഇന്നലെ ഏതായാലും എന്റെ തഹജ്ജുദ് പോയി, ഇന്ന് അങ്ങനെ പറ്റൂല, ഒരു 2 മിനിറ്റ് കൂടി നേരത്തെ അങ്ങോട്ട് എണീറ്റിട്ട് 2 റക്അത്ത് കൂടുതൽ പിറ്റേ ദിവസം ഒരു പണിഷ്മെന്റ് ആയിട്ട് ശരീരത്തിനെ അങ്ങോട്ട് അടിച്ചേൽപ്പിച്ച നമ്മുടെ ശരീരം പിന്നെ അടവെടുക്കാൻ പോകില്ല. ഇതിപ്പോ രാത്രി ഇത്തിരി ഉറങ്ങിയാലും നേരത്തെ തിരിച്ചു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയല്ല, അങ്ങനെ നമുക്കൊരു മനസ്സിന് സന്തോഷം കിട്ടാൻ അങ്ങനെ ചെയ്യാവുന്നതാണെന്ന് ചില സൂഫിയാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നിസ്കാരം റമളാനിൽ നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റൂല. ഞാനൊരു നിസ്കാരം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ നിസ്കാരം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അവ്വാബീൻ നിസ്കാരം കേട്ടിട്ടില്ലേ? അവ്വാബീൻ നിസ്കാരം, അവ്വാബീൻ നിസ്കാരം നല്ല ഇജാബത്തുള്ള നിസ്കാരം, വലിയ ഫലമുള്ള നിസ്കാരമാണത്. അവ്വാബീൻ നിസ്കാരം. അവ്വാബ് എന്ന ഒരു പേരിൽ നിന്നാണ് അവ്വാബീങ്ങളുടെ നിസ്കാരം എന്ന് ഈ പേര് വന്നത്. സലാത്തുൽ അവ്വാബീൻ, അവ്വാബീങ്ങളുടെ നിസ്കാരം. അള്ളാഹുവിലേക്ക് ഖേദിച്ച് തൗബ ചെയ്ത് മടങ്ങിയ ഒരുപാട് മഹാന്മാരുണ്ട്. അവർക്ക് എപ്പോഴും തൗബയാ. തെറ്റ് ചെയ്യണമെന്നില്ല തൗബ ചെയ്യാൻ. തൗബ വേറൊരു അമലാണ്. തൗബ വേറെ ഒരു അമലാണ്. തെറ്റ് ചെയ്താലും തൗബ ചെയ്യണം നിർബന്ധമായും. തെറ്റ് ചെയ്തില്ലെങ്കിലും തൗബ ചെയ്തുകൊണ്ടിരുന്നവരാ മഹാന്മാരായ അമ്പിയാക്കൾ. തെറ്റ് ചെയ്യില്ലവർ, എന്നാൽ തൗബ അത് വേറൊരു അമല. തെറ്റ് ചെയ്തവന് നിർബന്ധമായ അമലാണ് തൗബ. തെറ്റ് ചെയ്തില്ലെങ്കിലും നമുക്ക് ചെയ്യാവുന്ന അമലാണ് തൗബ. തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിയവരുടെ നിസ്കാരം എന്നാണ് അവ്വാബീൻ നിസ്കാരം എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. ഒരുപാട് പ്രവാചകന്മാരുടെ പദവിയാണ് അവ്വാബ് എന്ന പദവി. അവ്വാബ് എന്ന പദവി
വദ്കുർ അബ്ദനാ ദാവൂദ ദല്ലൈദി ഇന്നഹു അവ്വാബ്. ദാവൂദ് നബിയുടെ പദവിയാണ് അവ്വാബ് എന്ന പദവി. അപ്പൊ ആ പദവി ഉള്ളവര് നിസ്കരിക്കുന്ന നിസ്കാരം എന്നതിന് അർത്ഥമുണ്ട്. അതായത് അവിടെ വരെ എത്താം. ഈ അമലിന്റെ കൂലി അള്ളാഹു നമുക്ക് തന്നു കഴിഞ്ഞാൽ അവിടെ വരെ എത്താം. ദാവൂദ് നബിയുടെ പദവിയാണ് അവ്വാബ് എന്ന പദവി. സൂറത്ത് സ്വാദിന്റെ 17-ാമത്തെ ആയത്തിൽ അത് പറയുന്നുണ്ട്. ഇനി കേട്ടോളൂ. വഖുദ് ബിയദിക ലിഖ്സം ഫദ്രിബ് ബിഹി വലാ തഹ്നസ് ഇന്നാ വജദ്നാഹു സാബിറൻ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. അയ്യൂബ് നബിയുടെ പദവിയാണ് അവ്വാബ്. ഇബ്രാഹിം നബിയുടെ പദവിയാണ് അവ്വാബ്. ഇബ്രാഹിം നബിയുടെ പദവി, അയ്യൂബ് നബിയുടെ പദവി, ദാവൂദ് നബിയുടെ പദവി. ആ പദവിയുടെ പേരെന്താണ്? അവ്വാബ്. അവ്വാബ് എന്ന പദവി, ആ പദവി കിട്ടാൻ ഈ നിസ്കാരം പതിവാക്കിയാൽ മതി. ദാവൂദ് നബിയുടെ പദവി, മഹാനായ അയ്യൂബ് നബിയുടെ പദവി, ഇബ്രാഹിം നബിയുടെ പദവി, അങ്ങനെയുള്ള മഹാന്മാർക്ക് അല്ലാഹു കൊടുത്തൊരു പദവിയുണ്ട് അവ്വാബ് എന്ന പദവി. ആ പദവി കിട്ടാൻ അവ്വാബി നിസ്കാരം മതി. ഈ നിസ്കാരത്തിന് മറ്റൊരു പേരുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ. ഈ നിസ്കാരത്തിന്റെ മറ്റൊരു പേരാണ് സ്വലാത്തുൽ ഗഫ്ല. അശ്രദ്ധയുടെ നേരത്ത്, ആരും ശ്രദ്ധിക്കാത്ത നേരത്ത് നിസ്കരിക്കുന്ന ഒരു നിസ്കാരം എന്നാണ് അവ്വാബി നിസ്കാരത്തെ പറ്റി പറയുന്ന മറ്റൊരു പേര്. ളുഹാ നിസ്കാരത്തിനും സ്വലാത്തുൽ ഗഫ്ല എന്ന് പറയാറുണ്ട്. കാരണം ളുഹാ നിസ്കാരം എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു സമയമല്ല. പ്രത്യേകിച്ച് ഒരു നിസ്കാരത്തിന്റെ നിർബന്ധിത ഉള്ള സമയമല്ല ളുഹാ. കാരണം സുബഹി ഖളാ ആയാൽ ളുഹർ വരെ അതിന്റെ ഇടയിൽ ഒരു നിസ്കാരം നിസ്കരിക്കാനുള്ള ഒരു ടൈമില്ല. സുബഹി ഖളാ ആയി എന്നുള്ള സൂര്യോദയത്തോടു കൂടെ തീർന്നു. ളുഹർ അങ്ങനെയല്ല, അസ്ർ വരെ ടൈം ഉണ്ടപ്പോ ഒരാൾ അതിന്റെ ഇടയിൽ നിസ്കരിച്ച ഒരു പക്ഷെ എന്താവാം, ഒരു 3 മണിക്ക് ഒരാൾ നിസ്കരിക്കുന്ന വേണ്ട, അസ്ർ വാങ്ക് വിളിച്ചിട്ടില്ല, അപ്പൊ എന്താവാൻ സാധ്യതയുണ്ട്? മൂപ്പനെന്തപ്പോ നിസ്കരിക്കണേ? ളുഹറാവാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് അത് ഒരാളുകൾ ശ്രദ്ധിക്കുന്ന ഒരു ടൈം. അതൊക്കെ മഗ്രിബിന്റെ സമയത്തിലേക്ക് അസ്ർ വാങ്ക് വിളിച്ചത് മുതൽ ഇങ്ങനെ കിടക്കാണ്. ഒരാൾക്ക് അസ്ർ നിസ്കരിക്കാൻ ഒരു പക്ഷെ നേരം വൈകിയപ്പോ അങ്ങനെ നിസ്കരിച്ച, പക്ഷെ സുബഹി ഖളായത് സൂര്യോദയത്തോടു കൂടിയാണ്. സൂര്യോദയം കഴിഞ്ഞിട്ട് ളുഹർ വരെയുള്ള ടൈമില് ഒരു നിസ്കാരത്തിന്റെ നിർബന്ധിത അവിടെ കാണുന്നില്ല. അപ്പൊ ഒരു ഗഫ്ലത്തിന്റെ നേരാണ്. ആ നേരത്തെ നിസ്കരിക്കുന്ന ഒരു നിസ്കാരമാണ് ളുഹാ. ളുഹാ നിസ്കാരത്തിന്റെ പേരാണ് ഗഫ്ലത്തിന്റെ നിസ്കാരം, ഗഫ്ലത്തിന്റെ നേരത്തുള്ള നിസ്കാരം. അതേ പേര് തന്നെയാണ് അവ്വാബി നിസ്കാരത്തിനും ചരിത്രത്തിൽ കാണുന്നത്. സ്വലാത്തുൽ ഗഫ്ല എന്ന പേരുണ്ട്. ളുഹയ്ക്കും അവ്വാബിനും ഒരേ പേര് പറയുന്നുണ്ട് എന്ന് ഇടക്ക് പറഞ്ഞതാണ്. നമ്മുടെ വിഷയമായിട്ട് ബന്ധമല്ല. എവിടേക്ക് അവ്വാബി നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. അത് നിർവഹിക്കേണ്ട സമയം അവ്വാബി നിസ്കാരം എപ്പോഴാണെന്നറിയോ? അവ്വാബി നിസ്കാരം സാധാരണ നിസ്കാരം വേറെ ഒന്നും അതിൻ്റെ അകത്ത് കൂടില്ല. അവ്വാബി നിസ്കാരം നിസ്കരിക്കേണ്ട സമയം മഗ്രിബ് കഴിഞ്ഞ് ഇശാഇന്റെ ഇടയിലാണ്. മഗ്രിബ് കഴിഞ്ഞ് ഇശാഇന്റെ ഇടയിലാണ്. ശക്തമായ സുന്നത്ത് എന്ന ഹുക്കുമാണ് അതിനുള്ളത്. സാധാരണ സുന്നത്തല്ല, ശക്തമായ സുന്നത്ത്. ആ സമയത്തെ കുറിച്ച് ഫിഖ്ഹിന്റെ കാഴ്ചപ്പാട് പറയാം. ഏത് സമയം? മഗ്രിബ് കഴിഞ്ഞ് ഇശാ വരെയുള്ള സമയത്തെ കുറിച്ചുള്ളതായ ഫിഖ്ഹിന്റെ കാഴ്ചപ്പാട് പറയാം. വമിനൽ മുസ്തഹബ്ബി അൽ മുതഅക്കദി ഇഹ്യാഉ മാ ബൈനൽ ഇശാഇനി ബിസ്സലാഹ് വഹുവൽ അഫ്ളൽ. ഇശാ മഗ്രിബിന്റെ ഇടയിലെ സമയത്തെ നിസ്കരിച്ചു കൊണ്ടൊരാളെ ഹയാത്താക്കലാണ് അഫ്ളൽ. അവ്വാബി നിസ്കാരം കേട്ടോളൂ. മഗ്രിബിന്റെ ശേഷം ഇശാഇന്റെ ഇടയിലായിട്ടാണ് അതിന്റെ സമയം വരുന്നത്. പൊതുവെ ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയത്തെ കുറിച്ചുള്ള ഫിഖ്ഹിന്റെ കാഴ്ചപ്പാട് ആ സമയം നിസ്കരിച്ചുകൊണ്ട് ഹയാത്താക്കലാണ്. ഹയാത്താക്ക എന്ന് പറഞ്ഞാൽ നിലനിർത്ത, സജീവമാക്കാന്ന് അതിനർത്ഥമുള്ളൂ. അല്ല സുബൈ വരെ ഉറക്കം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുക, അതല്ല. പണ്ട് കല്യാണ വീട്ടിൽ ഇറച്ചിക്ക് കാവലിരിക്കണ അതിലെ ചില ആൾക്കാർ ഹയാത്താക്കാൻ തന്നെ. പണ്ട് കല്യാണ വീട്ടിൽ ഇറച്ചിക്ക് കാവലിരിക്കണ ഓർമ്മയല്ലേ? പട്ടി വരാണ്ട് ആ ഡെസ്ക് പുറത്തൊക്കെ നിരത്തിങ്ങനെ വെച്ചിട്ട് കുറച്ചു പേര് അവിടെ വീഡിയോ ഇരിക്കും. വീഡിയോ തീരുമ്പോൾ പാതിരാക്കി ഇനി അവിടെ നിന്ന് വീഡിയോ കിട്ടുക. അല്ലെങ്കിൽ പണ്ട് കല്യാണ വീട്ടിലൊരു പ്രധാന വിഭവമാണ് ആ മുൻവശത്തെ പന്തലിലെ വീടി മുറുക്കാൻ ഒക്കെ ഉണ്ടാവും. അതൊന്നും കിതാബിലുള്ളതല്ല കേട്ടോ. പക്ഷെ ഏതായാലും ഇറച്ചിക്ക് കാവലിരിക്കണം അതിലെ ചില ആൾക്കാർ ഹയാത്താക്കായിരിക്കും. ഹയാത്താക്കുന്നവർ പകൽ ഉറങ്ങണം എന്നതാണ് അതിന്റെ ഒന്നാമത്തെ നിബന്ധന. ഹയാത്താക്കുന്നവർ പകൽ ഉറങ്ങണം, രാത്രി ഉറങ്ങാതിരിക്കണമെങ്കിൽ. അല്ലാതെ പകലും ഉറങ്ങൂല രാത്രി ഉറങ്ങൂല എന്നിട്ട് ഉള്ള അസുഖങ്ങൾ മുഴുവൻ വരുത്തി വെക്കുക. അങ്ങനെ ഒരു പരിപാടി നമ്മളോട് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ഒരു പരിപാടി പറഞ്ഞിട്ടില്ല. സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നിടത്ത് പാലിക്കേണ്ട അദബുകൾ പറയുന്നിടത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സുന്നത്ത് നോമ്പ് എടുക്കുന്ന ആൾ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. ഏതായാലും
അവ്വാബിൻ നിസ്കാരം നമ്മൾ ഇഷാ മഗ്രിബിന്റെ ഇടയിലാണ് നിസ്കരിക്കേണ്ടതെന്ന് മനസ്സിലാക്കാം. ഇഷാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയത്തെ കുറിച്ച് പൊതുവെ ഉള്ള ഫിഖ്ഹിന്റെ കാഴ്ചപ്പാട്, ആ സമയത്തിൽ നിസ്കാരങ്ങൾ കൊണ്ട് മഗ്രിബിന് ശേഷം ഇഷ വരെ നിസ്കാരം കൊണ്ട് സജീവമാവലാണ് ഏറ്റവും അഫ്ദൽ. ചിലര് ആ സമയത്ത് ഖുർആൻ പാരായണം കൊണ്ടാണ് സജീവമാകുന്നത്. മഗ്രിബിന് അങ്ങോട്ട് നേരത്തെ കയറിയാൽ പിന്നെ ഇഷായും കഴിഞ്ഞ് വിത്തറൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങലുള്ളൂ. ആ സമയത്ത് അവർ അധികവും ചെയ്യല് ഖുർആൻ പാരായണമാണ്. അപ്പൊ നിസ്കാരം കൊണ്ട് ഹയാത്താക്കലാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്. അപ്പൊ കുറച്ചൊക്കെ നിസ്കാരം കൊണ്ട് ഹയാത്താക്കാം, കുറച്ചൊക്കെ എല്ലാം കളയണ്ട. ഇപ്പൊ വാക്കയും മുൽക്കൊക്കെ ഒന്നും അതിന്റെ ഇടയിലായിരിക്കും, ഒന്നും കളയണ്ട, അങ്ങനെ തന്നെ പോട്ടെ, ഇപ്പൊ പോണോലെ പോയിക്കോട്ടെ. ആ സമയത്തിന്റെ ഒരു പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞാണ് ഏറ്റവും അഫ്ദൽ നിസ്കാരം കൊണ്ടാണ്. ഇനി അല്ലെങ്കിൽ തിലാവത്തുൽ ഖുർആനാണ്, അല്ലെങ്കിൽ ദിക്റാണ്, തസ്ബീഹാണ്, തഹ്ലീലാണ്, ഇതാലിക്ക് ഏത് വേണമെങ്കിലും ആവാം. ഏറ്റവും അഫ്ദൽ ഏത് തന്നെയാണ്? ഏറ്റവും അഫ്ദൽ നിസ്കാരാണ്. ഇനി കേട്ടോളൂ, അവ്വാബി നിസ്കാരത്തിന്റെ സമയമാണ് ഇഷയുടെയും മഗ്രിബിന്റെ ഇടയിലുള്ള സമയം. ജമാഅത്ത് സുന്നത്തില്ല ഈ നിസ്കാരത്തില്. അവ്വാബി നിസ്കാരത്തില് ജമാഅത്ത് സുന്നത്തില്ല. വമിനൽ ഖസ്മിൽ അവ്വലിൽ ലദീ ലാ തുസന്ന ഫീഹിൽ ജമാഅത്ത് സ്വലാത്തുൽ അവ്വാബിൻ. അതൊരു തൗബയുടെ നിസ്കാരമാണ് സ്വലാത്തുൽ അവ്വാബിൻ. അവ്വാബിൻ നിസ്കാരം അത് ജമാഅത്ത് സുന്നത്തില്ലാത്തതാണ്. അതിന്റെ റക്അത്തുകളുടെ എണ്ണം കേട്ടോളൂ. അവ്വാബിൻ നിസ്കാരത്തിന്റെ റക്അത്ത് കഴിയുന്നവർ 20 റക്അത്ത് നിസ്കരിക്കണം. പറ്റൂല 20. കഴിയുമെങ്കിൽ എത്രയാ? 20 കഴിയുന്നില്ല എങ്കിൽ എത്രയുമാവാം. അതിന്റെ താഴേക്ക് 2 റക്അത്ത് വെച്ചിട്ട് എത്രയുമാവാം. 2 റക്അത്ത് വെച്ചെന്നാൽ പ്രബലമായത് വറുവിയത്ത് സിത്തൻ 6 റക്അത്ത്. പ്രബലമായത് നമ്മൾ ദുഹയില് പറയൂല 8. 12 ആണെങ്കിൽ എന്ത് പറയും? ഏറ്റവും ഒരു പ്രത്യേകമായ ഒരാളെ പതിവായി കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 8 എന്ന് പറയുന്ന ചില സ്വഹാബികളുണ്ട്. 8 10 പതിവാക്കിയാൽ സ്വർഗത്തിൽ ഒരു കൊട്ടാരം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ 8 എന്നത് ദുഹയെ കുറിച്ച് പറയാറുണ്ട്. അവ്വാബി നിസ്കാരത്തിന്റെ ഏറ്റവും കൂടിയ റക്അത്ത് ഇശാ മഗ്രിബിന്റെ ഇടയില് 20 ആണ്. ഇനി അതിന് താഴേക്കാവാം. പതിവായി കൊണ്ടു നടക്കുന്നുവെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠം എത്ര റക്അത്താ? 6 റക്അത്താണ്. 6 ഒരാൾക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഓപ്ഷൻ ഉണ്ട്. എത്രയാ? 4 റക്അത്ത്. അറ്റ്ലീസ്റ്റ് എത്രയെങ്കിലും നിസ്കരിച്ചിരിക്കണം. 2 റക്അത്ത് ഹുമല്ലഖല്. അവ്വാബി നിസ്കാരം 2 റക്അത്താണ് ഏറ്റവും കുറഞ്ഞത്. എത്ര റക്അത്ത്? സമാധാനായി, കുഴപ്പമില്ല. 2 റക്അത്ത്. 6നും 20നും പ്രത്യേകം ഹദീസ് വന്നിട്ടുണ്ട്. 6 റക്അത്ത് നിസ്കരിക്കുന്നതിനും 20 നിസ്കരിക്കുന്നതിനും പ്രത്യേകം ഹദീസ് ഉള്ളത് കൊണ്ടാണ് എന്ത് അത് എടുത്തു പറയാൻ കാരണം. കേട്ടോളൂ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ലാ ബഅദൽ മഗ്രിബി 6 റക്അത്തിൻ ലാ യഫ്സിലു ബൈനഹുന്ന ബികലാമിൻ അദൽ നബി ലഹു ഇബാദത്തു 12 സന. 20 ഒരാൾ മഗ്രിബിന്റെ ശേഷം ഒരാൾ അവ്വാബി നിസ്കരിക്കുമ്പോൾ നിബന്ധന ഉണ്ട് കേട്ടോ. അവ്വാബി മഗ്രിബ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിസ്കരിക്കാനൊന്നും പറ്റില്ല. ചെറിയ നിബന്ധന ഉണ്ട് പറയാതെ. മഗ്രിബിന്റെ ശേഷം ഇശാഇന്റെ മുമ്പായി അവ്വാബി നിസ്കരിക്കുന്ന ഒരാൾ പതിവായി 6 റക്അത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ ആ മനുഷ്യന് അല്ലാഹു തആല ഈ 6 റക്അത്ത് പതിവുള്ള നിസ്കാരം കൊണ്ട്, പതിവുള്ള 6 റക്അത്ത് കൊണ്ട് അല്ലാഹു അയാൾക്ക് കൊടുക്കുന്ന പ്രതിഫലം കേട്ടോളൂ. 12 വർഷം ഇബാദത്ത് ചെയ്ത കൂലിയ ഒരു ദിവസം രേഖപ്പെടുത്താ. ഖാല റസൂലുള്ളാഹി. 6 റക്അത്ത് പതിവുള്ള ആൾക്ക് ഒരു ദിവസത്തെ നിസ്കാരം കൊണ്ട് കൂലി രേഖപ്പെടുത്തുന്നത് 12 വർഷത്തെ ഇബാദത്തിന്റെ കൂലി രേഖപ്പെടുത്തും. മഹാനായ ഇമാം സയ്യിദുൽ ബക്രി അവിടുത്തെ ഇആനത്തു ത്വാലിബീനിൽ ഇത് പറയുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ സല്ലാ ബൈനൽ മഗ്രിബി വൽ ഇശാഇ 20 റക്അത്തൻ. 20 നിസ്കരിക്കുന്ന ആൾക്ക് അല്ലാഹു കൊടുക്കുന്നത് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമാണ്. ഖാല റസൂലുള്ളാഹി. 20 നിസ്കരിക്കുന്നവർക്ക് സ്വർഗത്തിൽ കൊട്ടാരം. 6 പതിവാക്കുന്നവർക്ക് 12 വർഷം ഇബാദത്ത് ചെയ്ത കൂലി ഓരോ ദിവസവും അല്ലാഹു രേഖപ്പെടുത്തും. ഏത് നിസ്കാരത്തെ പറ്റിയാ പറഞ്ഞത്? അവ്വാബി നിസ്കാരത്തെ പറ്റിയാ പറഞ്ഞത്. അവ്വാബി നിസ്കാരം മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലാണെന്ന് പറഞ്ഞല്ലോ. അവ്വാബി നിസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നറിയുമോ? മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അവ്വാബി നിസ്കരിക്കുമ്പോൾ ഒരാൾ കേട്ടോളൂ. ഫായിദത്തുൻ ഖാലൽ ഫുസൈനിയു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹബനി യഹ്ഫദല്ലാഹു അലൈഹി ഈമാനുഹു ഫലിയുസല്ലി റക്അത്തൈനി ബഅദ സുന്നത്തിൽ മഗ്രിബി. മഗ്രിബിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച ശേഷം വേണം.
മഗ്രിബ് നിസ്കരിക്കുക, അതിന്റെ 2 റക്അത്ത് സുന്നത്ത് ശേഷം നിസ്കരിക്കുക. മഗ്രിബിന് ശേഷം സുന്നത്തുണ്ടല്ലോ, അത് നിസ്കരിച്ച ശേഷം പിന്നെ ഒന്നും ആരോടും മിണ്ടാൻ പാടില്ല, സംസാരിക്കാനേ പാടില്ല. അവ്വാബീൻ ബാത്തിലാവും, അവ്വാബീന്റെ ചാൻസ് പോകും. പിന്നെ മിണ്ടാൻ പാടില്ല, ഫോൺ എടുക്കാൻ പാടില്ല. മഗ്രിബ് നിസ്കരിക്ക, മഗ്രിബിന്റെ ശേഷം സുന്നത്ത് നിസ്കരിക്ക, അത് കഴിഞ്ഞ് പിന്നെ മിണ്ടാൻ പാടില്ല. അപ്പൊ നമ്മൾ ആ നേരത്ത് മാത്രം വിളിക്കുന്ന ആൾക്കാരുടെ പുറത്തുനിന്ന് ഉമ്മാ എന്ന് വിളിക്കും. ചില പിള്ളേർക്ക് കട്ടൻ ചായ അടുപ്പത്ത് വെക്കണ ഈ കുക്കറിൽ എത്ര വിസിലടിക്കണം അതിന്റെ സംശയമൊക്കെ ചോദിക്കാൻ ആ നേരത്തായിരിക്കും ചില പെങ്കടാങ്ങൾ ഈ +2 പഠിക്കണം, ഒരു വക അറിയില്ല. അവർ ആ നേരത്തായിരിക്കും സംശയം ചോദിക്കാൻ വേണ്ടി ഉമ്മാനെ വിളിക്കണം. ഒരു വിളിയായിരിക്കും. ഈ ഉമ്മ എന്തൂട്ടം മിണ്ടാത്ത നിക്കാരം പറയാനോ കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞേക്കണം, മോനെ ദേ ഇങ്ങനെ 3/3/2024 ഞാൻ അവ്വാബി നിസ്കാരം തുടങ്ങാണ്, ഇനി മേലാൽ ഞാൻ അങ്ങനെ നിസ്കരിക്കുമ്പോൾ വിളിക്കാൻ നിൽക്കരുത്, അല്ലെങ്കിൽ ബോർഡ് എഴുതിയ വാക്ക് തൂക്കിയിട്ടേക്കാം, നിശബ്ദത പാലിക്കുക, അവ്വാബി നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മൾ വിളി കേൾക്കുവേ, വിളി കേട്ടാ പോയി. ഇതിന്റെ അദബാണ്, അതിന്റെ എല്ലാ പ്രായോഗികതയും പറഞ്ഞ ഹദീസിലുള്ളതാണ്. സയ്യിദുൽ ബഖരി ആയത്തിൽ പറയുന്നു, മഗ്രിബ് നിസ്കരിച്ച ശേഷം, മഗ്രിബിന്റെ സുന്നത്തിന്റെ ശേഷം അത് നിസ്കരിച്ചിട്ട് പിന്നെ മിണ്ടാൻ പാടില്ല. 6 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുന്നവർ 6 നിസ്കരിക്കുക. കണ്ണിയത്ത് 6 നിസ്കരിച്ചുകൊണ്ടിരുന്നത് 6 ഒരുപാട് സുഫിയാക്കൾ 6 നിസ്കരിക്കുന്നു. 6 നിസ്കരിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അതിൽ ഓതേണ്ട സൂറത്തുകളുണ്ട്, പറയാട്ടോ. അതിൽ ഓതേണ്ട സൂറത്തുകൾ പഠിച്ചു വെച്ചോളൂ. അതിൽ ഓതേണ്ട സൂറത്ത് ഫാത്തിഹ കഴിഞ്ഞിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് 6 പ്രാവശ്യം. എത്ര? ഖുൽ ഹുവല്ലാഹു അഹദ് 6 പ്രാവശ്യം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് 1 പ്രാവശ്യം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 1 പ്രാവശ്യം. എല്ലാ റക്അത്തിലും അങ്ങനെ തന്നെ, എല്ലാ റക്അത്തിലും. അത് 2 നിസ്കരിക്കുന്ന ആൾക്ക് ഇങ്ങനെ തന്നെയാണ്, 4 നിസ്കരിക്കുന്ന ആൾക്ക് ഇങ്ങനെയാണ്, 6 നിസ്കരിക്കുന്ന ആൾക്ക് ഇങ്ങനെയാണ്. എന്താ പറഞ്ഞത്? തലേക്കൊന്ന് കുടഞ്ഞേ, ഉറക്കൊക്കെ ഒന്ന് പോട്ടെ. ഫാത്തിഹ കഴിഞ്ഞിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് എത്രണ്ണം? 6 എണ്ണം. ഫലക്ക് 1, നാസ് 1. 6 ഖുൽ ഹുവല്ലാഹു അഹദ്, 1 ഫലക്ക്, 1 നാസ്. 2 റക്അത്തെങ്കിലും പിടിച്ചോളണം, വിടരുത്. 2 റക്അത്തെങ്കിലും പിടിച്ചോളണം. ഇനി ഒരാൾക്ക് അവ്വാബിൻ നിസ്കരിക്കാൻ പറ്റണില്ല, ഇതിന് തത്തുല്യമായ കൂലി കിട്ടും. അവ്വാബി നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ 6 റക്അത്ത് മഗ്രിബിന് ശേഷം ഏതെങ്കിലും ഫർള് ഖളാ വിട്ടിയാലും ഈ കൂലി കിട്ടും. ഇത്രയില്ലെങ്കിലും ഇതുപോലത്തെ ഒരു കൂലി, ഇതുപോലത്തെ. ഇപ്പൊ നമ്മളൊരു വീട്ടിലേക്ക് കയറി വരുമ്പോ, ഇപ്പൊ ഈ വീടിന്റെ അകത്ത് ജീവനുള്ള ചെടിയെ ഇപ്പൊ വെക്കുന്നത്. മുമ്പ് അതല്ലായിരുന്നു, കുറച്ച് മുമ്പ് വരെ പ്ലാസ്റ്റിക്കിന്റെ ആയിരുന്നു. എന്നാൽ ഈ ജീവനുള്ളത് ചിലപ്പോൾ പ്ലാസ്റ്റിക്കാന്ന് തോന്നിപ്പോ, ഫലത്തിൽ അവിടെ ചെടി ഉണ്ടെന്നേ ഉള്ളൂ, അല്ലേ? ചില വീടുകൾക്ക് വാർക്കക്കട്ടിലും ചെല്ലും വെക്കും, ചിലത് മരം വെക്കും, ചിലത് വേറെ വല്ലതും വെക്കും, എന്നാൽ അവിടെ ഉണ്ടെന്നേ ഉള്ളൂ. ഈ അവ്വാബിന്റെ വിടവ് നമുക്ക് നികത്താൻ പറ്റും. അവ്വാബി നിസ്കരിക്കാൻ പറ്റില്ല, പക്ഷെ ഒരു മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിച്ചിട്ട് 2 മഗ്രിബ് വേറെ ഖളാ വിട്ടിയാലും 6 റക്അത്ത് അവിടെ ഉണ്ടായി എന്ന പരിഗണനയിൽ ഒരു പക്ഷേ അവ്വാബിന്റെ പരിഗണന അള്ളാഹു നൽകിയേക്കാന്ന് എന്റെ വക പറഞ്ഞതല്ല. സയ്യിദുൽ ബഖരി ഇആനത്തിൽ പറയുന്നുണ്ട്, പല മഹാന്മാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 3 സുബഹി ഖളാ വിട്ടിയാലും ഒരു പക്ഷേ അവ്വാബിന്റെ കൂലി തന്നെ അള്ളാഹു തന്നേക്കാം. നീയത്ത് ഏത് തന്നെയാണ്? ഇപ്പൊ ഖളാ വിട്ടണേന്റെ നെയ്യത്ത് ഖളാ വിട്ടണ തന്നെ ആവണം കേട്ടോ. അവ്വാബി നിസ്കരിക്കുമ്പോ അവ്വാബിന്റെ സുന്നത്ത് എന്നുള്ള നെയ്യത്ത് വീണം. ഒരാൾക്ക് ഇനി വിഷമാണ്, എന്റെ ഫർളൊക്കെ കുറെ ഖളാ ഉണ്ടല്ലോ, ഈ ഫർള് ഖളാ ഉള്ളതുണ്ടല്ലോ, കാരണമില്ലാതെ ഖളാ ആയ ഫർള് നിസ്കാരം വേഗം ഖളാ വെട്ടിക്കൊള്ളണം. ജോലിക്കും പണിക്കും പോകാൻ പാടില്ലെന്ന. ആകെ പോകാനുള്ളത് ബാത്റൂമിൽ പോവാം, ഭക്ഷണം കഴിക്കാം, അത്യാവശ്യം ഉറങ്ങാൻ ഉറങ്ങാം, അത് ഒഴിച്ചുള്ള സമയം മുഴുവനും ഖളാ വിട്ടത്. കാരണമില്ലാതെ ഖളാ ആയ നിസ്കാരം ഖളാ വിട്ടേണ്ടത് അങ്ങനെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണ കാരണമല്ല. എന്തേ? ഡ്രസ്സ് എടുക്കാൻ പോയി, വണ്ടി വൈകി, നേരം പോയി, കഞ്ഞി വെന്തു, അങ്ങനെയൊക്കെ പറഞ്ഞ അതൊന്നും കാരണമല്ല അള്ളാന്റെ അടുത്ത്. അത് നമുക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പറയാം, ഫോണിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ നമ്മൾ തന്നെ കേൾക്കാം. അതിന് അങ്ങനെ കൊള്ളാവുന്ന കാരണമേ ഉള്ളൂ. ഇത് അള്ളാന്റെ അടുത്ത് പറയാൻ പറ്റിയ കാരണമൊന്നും അല്ലത്. കാരണം എന്ന് പറയുന്ന ഒരു കാരണമായിരിക്കണം, അല്ലാത്ത കാരണം കാരണമല്ല. കാരണമില്ലാതെ ഖളാ ആയത് വേഗം ഖളാ വിട്ടുകയും ആ സന്ദർഭങ്ങളിൽ മറ്റു സുന്നത്തുകൾ നിസ്കരിക്കാനേ പാടില്ല. അപ്പോഴും പെരുന്നാൾ നിസ്കാരം പോലെയുള്ള ചില സ്പെഷ്യലായിട്ടുള്ള നിസ്കാരങ്ങളുണ്ട്, ഗ്രഹണ നിസ്കാരം പോലെയുള്ള, അതുപോലെ തന്നെ ളുഹാ നിസ്കാരമൊക്കെ അതിൽ പെടുന്ന, അതൊക്കെ നിസ്കരിക്കാവുന്നതാണ്. തീരെ നിസ്കരിക്കാൻ പാടില്ല എന്നല്ല. കാരണം ഫർളിന്റെ വിടവ് നികത്തുന്നത് സുന്നത്തുകളെ കൊണ്ടാണ്. കാരണത്തോടു കൂടിയ, കാരണമില്ലാതെ ഖളാ ആയ നിസ്കാരത്തെ
ഹാലറായ നിസ്കാരത്തെക്കാൾ മുമ്പ് ഖളാ വീട്ടണം. പൊതുവെ ഖളാ വീട്ടിലൊക്കെ ഹാലറായ നിസ്കാരത്തിന്റെ മുമ്പ് ചെയ്യാൻ നോക്കണം. കാരണം ചില സന്ദർഭങ്ങളിൽ, ഉദാഹരണം സുബഹി കഴിഞ്ഞ് അല്ലെങ്കിൽ അസ്ർ കഴിഞ്ഞ് നമ്മൾ ഖളാ വിട്ടൽ, അസ്ർ നിസ്കരിച്ചിട്ട് നമ്മുടെ അതായത് നിസ്കരിച്ച ശേഷം ഖളാ വിട്ടൽ തഹരീമിന്റെ കറാഹത്ത. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഖളാ വിട്ടൽ പരിപാടി എപ്പോഴും മുമ്പാ ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും ബെറ്റർ അതാണ്. അപ്പൊ വാങ്ക് വിളിക്കുമ്പോഴേക്കും കയറാൻ നോക്കണം. അതാണ്. ഇനി കാരണത്തോടു കൂടി ഖളാ ആയി. ഉദാഹരണം, നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് ആശുപത്രിയിൽ ഇട്ടിരിക്കുന്നു, നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ കിട്ടിയില്ല. അങ്ങനെ ഒരു കാരണം, പറയാവുന്ന ഒരു കാരണം, ഇത് വേറെ ഏതെങ്കിലും ഒരു എമർജൻസി ഹോസ്പിറ്റൽ കേസ് വന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അയലൊക്കെ ആട്ടുകുഞ്ഞ് കണ്ടി ചാടി വലിച്ചു കെട്ടാൻ ചെന്നു, നിസ്കാരം ഖളാ ആയി. അതൊരു കാരണം കേട്ടത്, ഒരു ജീവൻ രക്ഷിക്കാന്ന്. അതായത് നിസ്കരിക്കാൻ കൈ കെട്ടിങ്ങനെ നിൽക്കണു, ഇവിടെ നോക്കേ, നിസ്കരിക്കാൻ കൈ കെട്ടി നിൽക്കുന്നു, അപ്പോഴുണ്ട് ഒരു മിണ്ടാപ്രാണി കിണറിലോ കുഴിയിലോ വീഴുന്നത്. നമ്മൾ നിസ്കരിക്കാൻ ഇങ്ങനെ നമ്മൾ വല്ലീനാമിങ്ങനെ നോക്കി പതുക്കെ എന്തായാലും സുജൂദിന്റെ സ്ഥാനത്ത് കണ്ണ് വെട്ടിച്ചില്ല, കിടാവ് അങ്ങടെ പോണം, പടച്ചവനെ കണ്ടി ചാടി, എന്തേ കൈ കെട്ടഴിക്കണം, ആ ജീവൻ രക്ഷിക്കണം എന്നാ. അതൊരു കാരണമാണ്. കിടാവിനെ വലിച്ചേറ്റി ഇവിടെ വന്നപ്പോ നിസ്കാരത്തിന്റെ വഴിക്ക് പോയി. അതൊരു കാരണത്തോടു കൂടി ഖളാ ആയത് പിന്നെ ഖളാ വിട്ടിയാൽ മതി, വൈകാൻ പാടില്ല. എന്നാലും അങ്ങനെയുള്ളവർക്ക് സുന്നത്ത് ഏത് നിസ്കരിക്കാം. അല്ലെങ്കിൽ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുന്നതിന്റെ കൂടെ ഒരു 10-20 കൊല്ലത്ത് നിസ്കാരം ഖളാ വിട്ടാൻ്റെ ഒരു 20 കൊല്ലം അങ്ങോട്ട് ഖളാ വിട്ട് ശരിയാക്കുക, കൂടെ സുന്നത്ത് നിസ്കരിക്കുക. അല്ലാതെ ഇതിന്റെ പ്രായോഗികത എപ്പോഴാ? തീരെ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കില്ലല്ലോ. പിന്നെ ഇതുപോലെ അവ്വാബീനൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് ഇനി ഒരു വിഷമം വിചാരിക്കേണ്ട, എന്ത് ചെയ്താൽ മതി? സുബഹി ഖളാ വിട്ട അപ്പോഴും ഈ പ്രതിഫലം കിട്ടുമെന്നാണ് മഹാന്മാരായ ഫുഖഹാ പറയുന്നത്. ഖിലാഫൻ ലിശൈഖിനാ ഫി ഫതാവാഹു കമാ സറഹ ബിഹി ഫി അവ്വലി ഫസ്ലിൻ ഫി സിഫത്തി സ്വലാത്തി. മഹാന്മാരായ ഫുഖഹാഇന് ഈ വിഷയത്തിൽ അഭിപ്രായങ്ങളുണ്ട്. വല്ലദീ ജസമ ബിഹി ശൈഖുനാ ഫി ഫതാവാഹു അന്നഹു ലാ ബുദ്ദ ഫീഹാ മിന തഈൻ കൽദുഹാ. അവ്വാബി നിസ്കാരത്തിന് അവ്വാബിന്റെ 2 റക്അത്ത് സുന്നത്ത് ഞാൻ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് ഓരോ 2 റക്അത്തിലും നിയ്യത്ത് ചെയ്യണം. ഏതാ നിസ്കാരം? ഇവിടെ നിന്ന് ഞാൻ അപ്പുറത്തേക്ക് കിടന്ന നിസ്കാരം മറന്നു പോരട്ടോ. നിസ്കാരത്തിന് ആദ്യമായിട്ട് കേൾക്കണവരുണ്ടാവും ചിലപ്പോൾ. ഏതാ നിസ്കാരം? അവ്വാബീൻ നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന ആ നിസ്കാരത്തിന്റെ പേര് ഉദ്ദേശിച്ച് തന്നെ നിയ്യത്ത് ചെയ്യണം അവ്വാബീൻ നിസ്കരിക്കുന്നവർ. അറ്റ്ലീസ്റ്റ് ആ സമയത്ത് ഫറലെങ്കിലും ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഖളാ വിട്ട അവ്വാബീന്റെ കൂലി എനിക്ക് അള്ളാഹ് തരുമെന്ന് കരുതിക്കൊണ്ട് അങ്ങോട്ട് ചെയ്തോ, അവ്വാബീന്റെ കൂലി അള്ളാഹു തരും എന്നാണ് മഹാന്മാർ പറയുന്നത്. അവ്വാബീന്റെ കാര്യം അതിൽ കരുതണം എന്ന് പറഞ്ഞാൽ നെയ്യത്ത് വെക്കണം എന്നല്ല, ഫറല് ഖളാ വിട്ടുമ്പോൾ അവ്വാബീനും കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉള്ളിൽ വെക്കണം എന്നാ പറഞ്ഞത്. തഹ്സുലു സ്വലാത്തുൽ അവ്വാബീന ബിഫവാഇത വഗൈരിഹാ മിനൽ ഫറായിദിൽ മുഅദ്ദാതി വന്നവാഫിലി വഹാദാ ബിനാഉൻ അലാ അന്നഹാ കതഹിയ്യത്തുൽ മസ്ജിദി. സയ്യിദുൽ ബക്രിയുടെ ഇആനത്തിൽ നിന്നാണ് ഈ ഉദ്ധരണികൾ മുഴുവൻ പറഞ്ഞത്. എന്തെങ്കിലും സംശയം അവ്വാബീനുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. അത് വേണമെന്നില്ല, നാളെ ഖളാക്കണമെന്നില്ല. അങ്ങനെ വെറുതായി നിസ്കരിച്ചു പോരുന്ന ആളുകൾക്ക് അങ്ങനെ പലതും ഖളാ വീട്ടാമെങ്കിലും ഈ നിസ്കാരമൊക്കെ നമുക്ക് എപ്പോഴും സാധിക്കുന്ന 6 റക്അത്തല്ലേ ഉള്ളൂ. ആ 6 റക്അത്ത് നമുക്ക് ഇന്ന് കഴിഞ്ഞില്ല, നാളെ എന്ത് ചെയ്യുക? സമയം യഥേഷ്ടം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ആ മഗ്രിബ് നിസ്കരിക്കുക, ശേഷം സുന്നത്ത് നിസ്കരിക്കുക, അവ്വാബീൻ അങ്ങ് നിസ്കരിക്കുക, ഒരു 3 സുബഹി അങ്ങോട്ട് ഖളാ വിട്ട. അപ്പൊ എന്തായി? ആ ഖളാ വിട്ടു. മഗ്രിബിന് ശേഷം സുബഹി ഖളാ വിട്ട, മഗ്രിബിന് ശേഷം സുബഹി ഖളാ വിട്ട. ഇൻഷാ അല്ലാഹ് പോരെ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തഹജ്ജുദ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തഹജ്ജുദ് ഖളാ ആയാൽ ളുഹയിൽ കൊണ്ടുവന്ന് നമ്മൾ 8 ഒക്കെ ഉണ്ടെങ്കിൽ അത് ളുഹയിൽ ഒരു 2 റക്അത്ത് കൂട്ടിയാൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ ചിലര് പറയുന്നുണ്ട് അത് അങ്ങനെ ചെയ്താലും എന്ത് ചെയ്യാം, പിറ്റേന്നിലേക്ക് അതൊന്ന് നമ്മളെ തന്നെ ഒന്ന് പഠിപ്പിക്കണമല്ലോ. നമ്മുടെ ശരീരത്തെ പഠിപ്പിക്കാൻ കൊള്ളൂല. അങ്ങനെ ചില തളർച്ചകൾ ചില സമയത്ത് നമുക്ക് നമ്മളുടെ വൈകല്യങ്ങളായി മാറും. അങ്ങനെ ഒരു പരിഹാരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കൂടുതൽ ശരീരത്തെ അതങ്ങ് ശീലിപ്പിക്കല്. എപ്പോഴും ഇതിങ്ങനെ അഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് അതിന്റെ വഴിക്ക് പോണ സാധനം ഈ ശരീരം. അതിനെ കൂടുതൽ നമ്മൾ ബലം പ്രയോഗിച്ചാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതായിരുന്നട്ടെ ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. 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 സല്ലല്ലാഹു അലാ
اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹുവേ ഞങ്ങൾ അറിഞ്ഞ് ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച ഈ പുണ്യ റമളാന്റെ ഹുർമത്തിന് നിരക്കാത്ത എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അപാകതകൾ പാവങ്ങളായ ഞങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ നീ പൊറുക്കണേ കരുണ ചെയ്യണേ നീ ഞങ്ങളോട് അലിവ് കാണിക്കണേ നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ കൂട്ടിപ്പിടിക്കണേ നിന്റെ കൃപ ഞങ്ങളോട് വേണം അല്ലാഹുവേ അതിനുള്ള ആനുകൂല്യവും സ്നേഹത്തിന്റെ അവകാശവും നിന്നോട് ഞങ്ങൾക്ക് ഇല്ല എന്നാലും നീ ദയാലു അല്ലേ എത്ര പാപം ചെയ്താലും റബ്ബേ നിന്റെ അടിമയുടെ കണ്ണ് നനഞ്ഞാൽ നിനക്കത് വിഷമമല്ലേ നിനക്ക് സങ്കടമല്ലേ ഞങ്ങൾക്ക് പൊറുക്കണേ പൊറുക്കണേ ഞങ്ങളുടെ ആയുസ്സിൽ ഞങ്ങൾ ചെയ്തതൊക്കെ ഞങ്ങൾ മറന്നു നിന്റെ അടുക്കൽ രേഖയല്ലേ നീ പൊറുക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ അറിവിൽ ബർക്കത്ത് നൽകണേ അമലിനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹുവേ റബ്ബേ ഈ സദസ്സിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ആഫിയത്ത് കൊടുക്കണേ ദീർഘായുസ് നൽകണേ അല്ലാഹുവേ ഞങ്ങളുടെ ഇബാദത്തുകളിൽ നീ അർഹമായ പരിഗണന നൽകണേ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ മരിച്ചുപോയ വാപ്പമാരുടെ ഉമ്മമാരുടെ ഭർത്താക്കന്മാരുടെ സഹോദരങ്ങളുടെ സഹോദരിമാരുടെ കൂടപ്പിറപ്പുകളുടെ പൊന്നുമക്കളുടെ ആണ്ട് ദിവസങ്ങൾ ഈ പുണ്യ റമളാനിലുണ്ട്. പ്രത്യേകം ദുആ ചെയ്യാൻ പറയുന്നവരുണ്ട്. അല്ലാഹുവേ അവരുടെ മരിച്ചുപോയവർക്കും ഞങ്ങളുടെ മരിച്ചുപോയവർക്കും നരകമോചിതരെന്ന പദവി കൊടുത്തുകൊണ്ട് സ്വർഗം നീ പ്രദാനം ചെയ്യണേ അവരുടെ ആയുസ്സിൽ കഴിഞ്ഞുപോയ റമളാനുകൾക്ക് നീ വലിയ പ്രതിഫലത്തിന്റെ പരിഗണന കൊടുത്ത ഖബറുകളെ ഈ റമളാനിൽ സന്തോഷിപ്പിക്കണേ കടബാധ്യത ഉള്ളവരുണ്ട് റബ്ബേ കടങ്ങൾ വീട്ടണേ കടങ്ങൾ വീട്ടണേ ഗൾഫിലുള്ള ഞങ്ങളുടെ മക്കളുടെ സഹോദരങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഒക്കെ തൊഴിലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹുവേ റബ്ബേ ബിസിനസ്സിൽ ബറക്കത്ത് നൽകണേ കച്ചവടത്തിൽ പുരോഗതി നൽകണേ അല്ലാഹുവേ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർ വീട് പണിതുകൊണ്ടിരിക്കുന്നവർ വീട് പണിയിൽ കടബാധ്യത ഉള്ളവരുണ്ട്. അല്ലാഹുവേ സലാമത്താക്കണേ വീടെന്ന സ്വപ്നം മനസ്സിൽ കൊണ്ടു നടന്ന് വാടകക്ക് കഴിയുന്നവരുണ്ട് റബ്ബേ ഒരു തുണ്ട് മണ്ണ് പോലും സ്വന്തമായി ഇല്ലാത്തവരുണ്ട്. നീ അത് സാഫല്യത്തിലാക്കണേ അല്ലാഹുവേ റബ്ബേ പരിശുദ്ധ റമളാനിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആനുകൂല്യങ്ങളും നൽകണേ ലൈലത്തുൽ ഖദ്ർ നസീബാക്കണേ ഹജ്ജ് ഉംറ സിയാറ ഞങ്ങളുടെ സ്വപ്നമാണ് നീ നിറവേറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ ഉള്ളവന് ഭക്ഷണം തരുന്ന കുടുംബങ്ങളിൽ ഒരാളുടെയെങ്കിലും ഒരിറക്ക് വെള്ളമോ ഒരു പറ്റ ആഹാരമോ എപ്പോഴോ എവിടെങ്കിലും വെച്ച് കഴിച്ചിട്ടുണ്ടോ? കടപ്പാടുണ്ട് സ്നേഹം കൊണ്ട് മാത്രം വീർപ്പുമുട്ടിക്കുന്ന ഒരു സമൂഹമാ ഞങ്ങളുടെ മഹല്ല് നിവാസികൾ. അല്ലാഹുവേ റബ്ബേ അഭിവൃദ്ധി ഏറ്റി കൊടുക്കണേ എവിടെ പോയാലും ഞങ്ങളുടെ നാവ് കൊണ്ട് നിന്നോട് എന്തെങ്കിലും ഖൈറ് ചോദിക്കുന്നുവെങ്കിൽ ആ ഖൈറിൽ റബ്ബേ സാഹിബിന്റെ പള്ളി മഹല്ല് നിവാസികളെയും നീ ചേർക്കണേ ഓർമ്മയുള്ള കാലത്തോളം ഞങ്ങൾ മറക്കൂല എന്നാലും റബ്ബേ മനുഷ്യനല്ലേ എവിടെ മറന്നാലും ആ മറവിയെ നീ മറവിയായി കാണല്ലേ നിന്റെ ദർബാറിലേക്ക് ഞങ്ങൾ കൈനീട്ടി ചോദിക്കുന്ന സർവ്വ ഖൈറുകളിലും ഈ നാട്ടുകാരെയും നീ ചേർക്കണേ അല്ലാഹുവേ സ്നേഹം മാത്രം തന്നിട്ടുള്ള ഉമ്മമാര് സഹോദരിമാര് അല്ലാഹുവേ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ ദുആ വസിയത്ത് തരുന്ന് പറഞ്ഞവർ പുണ്യ റമളാൻ വന്നപ്പോൾ ഞങ്ങളുടെ ഉസ്താദുമാർക്ക് ഹദിയ കൊടുത്ത് സന്തോഷിപ്പിക്കുന്നവർ കിറ്റ് കൊടുക്കുന്നവർ അല്ലാഹുവേ എല്ലാവർക്കും നീ ബർക്കത്ത് കൊടുക്കണേ സന്തോഷമുള്ള ആയുസ് കൊടുക്കണേ അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ മരുന്ന് ഫലിക്കാത്ത രോഗം തരല്ലേ ചെറുപ്പക്കാരുടെ ആകസ്മിക മരണങ്ങളാണ് കൊറോണയ്ക്ക് ശേഷം
അല്ലാഹുവേ, കഴിഞ്ഞ മജ്‌ലിസിൽ ഞങ്ങൾ ദുആ ചെയ്തു, ഒരു 10-30 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരന് ഉറക്കത്തിൽ സ്ട്രോക്ക് വന്നു, അതോടൊപ്പം അറ്റാക്ക് വന്നു. ആ സഹോദരൻ ആസ്റ്ററിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണെന്ന് പറഞ്ഞ് ദ്വാരുന്നു. ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. നീ ഷഹീദിന്റെ പദവി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, റമളാന്റെ ആനുകൂല്യം ആ ചെറുപ്പക്കാരന്റെ ഖബറിൽ കൊടുക്കണേ അല്ലാഹ്. യൗവനം നിലനിൽക്കെ ഭാര്യ വിധവയാണ്, 2.5 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. അല്ലാഹുവേ, അവരെ നീ പ്രാപ്തരാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നോമ്പ് തുറയിൽ സഹകരിക്കുന്നവർക്ക് ഖൈറ് നൽകണേ അല്ലാഹ്. ബദരീങ്ങളുടെ ആണ്ടിലേക്ക് ഉള്ളവൻ എഴുന്നേറ്റ് നിന്നിട്ട് 1000 രൂപ 50 പേര് പറഞ്ഞപ്പോ വേഗം പറഞ്ഞവർ ആമീൻ പറയുന്നവരുണ്ട്. അല്ലാഹുവേ റബ്ബേ, അന്ന് നെയ്യത്താക്കിയത് നീ സഫലമാക്കണേ അല്ലാഹ്. റമളാന്റെ പരിഗണന സ്വതക്കകൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളുടെ എക്സാം നീ ഖൈറിലാക്കണേ അല്ലാഹ്. എത്ര പഠിച്ചാലും ഞങ്ങളുടെ മക്കൾക്ക് ആ പഠനം കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഹറാമായ ചാറ്റിങ്ങുകളിലും പ്രണയബന്ധങ്ങളിലും ഞങ്ങളോ മക്കളോ പെടല്ലേ അല്ലാഹ്. വ്യഭിചാരത്തിന്റെ സാധ്യതകൾ സുതാര്യമാകുന്ന കാലമാ, ആരും അതിൽ പെടല്ലേ അല്ലാഹ്. ലഹരി ഉപയോഗത്തിൽ പെടല്ലേ അല്ലാഹ്. അനുസരണയുള്ള മക്കളെ തരണേ അല്ലാഹ്. അതബുള്ള മക്കളെ തരണേ അല്ലാഹ്. മാതാപിതാക്കളുടെ ഹയാത്ത് കാലത്ത് പൊന്നാര മക്കളെ നീ തിരിച്ചു വിളിക്കല്ലേ അല്ലാഹ്. മക്കൾക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. കീമോ ചെയ്യുന്ന ഒരു സഹോദരൻ ഹജ്ജിന്റെ അപേക്ഷയിൽ പ്രതീക്ഷിക്കുന്നു. അല്ലാഹുവേ, ആ വേദനയിലും ആ സഹോദരൻ ഹജ്ജ് നഷ്ടപ്പെടാതെ നീ എല്ലാ നിലക്കുമുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഹജ്ജ് ഫർളായവർക്ക് നിർവഹിക്കാതെ മരണം കൊടുക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ഇഴജന്തുവിന്റെ ശല്യത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. തൗബ നസീബാക്ക് അല്ലാഹ്, തൗബ നസീബാക്ക് അല്ലാഹ്. നിന്റെ മഹാന്മാരായ മലക്കുകൾ ഹദീറത്തുൽ ഖുദ്സിൽ നിന്നും ഇറങ്ങി വന്ന് ഭൂമിയിലെ നിസ്കാരങ്ങളിൽ പങ്കാളികളാകുമ്പോ അവർ പങ്കെടുത്ത നിസ്കാരം ഞങ്ങൾ നിസ്കരിച്ച നിസ്കാരമാവണം അല്ലാഹ്. അല്ലാഹുവേ, ജീവിതത്തിന്റെ അവസാനത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഹറാമിലായിരിക്ക മരിപ്പിക്കല്ലേ അല്ലാഹ്. ഹറാമിലായിരിക്ക മരിപ്പിക്കല്ലേ അല്ലാഹ്. മറ്റുള്ളവരോട് ബാധ്യത ഉള്ളപ്പോൾ മരിപ്പിക്കല്ലേ അല്ലാഹ്. മറ്റുള്ളവനെ കൊണ്ട് പൊരുത്തപ്പെടിക്കേണ്ട കാര്യം നിലനിൽക്ക മരിപ്പിക്കല്ലേ അല്ലാഹ്. പൊരുത്തം മുഅ്മിനീങ്ങളുടെ പൊരുത്തം വേണമല്ലാഹ്. ഒരാളോടും ഹക്കും ഇടപാടും ഇല്ലാത്തപ്പോൾ മരണം തരണേ അല്ലാഹ്. അപ്പോൾ ഞങ്ങൾ മരിക്കുമ്പോൾ ഖുർആൻ കേട്ട് കലിമ ചൊല്ലി നിന്റെ ഹബീബിന്റെ പൂവദനം കണ്ട് അവിടത്തേക്ക് ചിരിച്ചു കാണിച്ച്, അവിടെ നിന്ന് ഇങ്ങോട്ട് ചിരിച്ചു കാണിച്ച് നല്ല മരണങ്ങൾ കിട്ടുന്ന ഭാഗ്യം തരണേ അല്ലാഹ്. പടച്ച റബ്ബേ, റമളാന്റെ നോമ്പ് ശരീരത്തിന്റെ വയ്യായികകൾ മറന്നുകൊണ്ട് നോമ്പെടുക്കുന്നവർ 89 വയസ്സുള്ള ഒരു ഉമ്മ ഈ അടുത്ത ദിവസം വല്ലാത്ത ഒരു വീഴ്ചയും വീണ്, എന്നിട്ടും റബ്ബേ ആ ഉമ്മ നോമ്പ് കളഞ്ഞിട്ടില്ല. 89 വയസ്സിലും അവർ നോമ്പ് കളഞ്ഞിട്ടില്ല. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ അവരുടെ മകള് കൊല്ലം ജില്ലയിൽ നിന്നും പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ലണ്ടനിൽ ജോലി ചെയ്യുന്ന അവരുടെ മകളുടെ വിവാഹ സംബന്ധമായ ചെറിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുക്കണം. പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അത് നീ സലാമത്താക്കണേ അല്ലാഹ്. 93 വയസ്സ് പ്രായമുള്ള ഒരു ഉപ്പ നോമ്പെടുക്കുന്നു. പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞു. ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ബൈപ്പാസ് സർജറി കഴിഞ്ഞ പ്രിയപ്പെട്ട ഭർത്താവ് പകല് കഴിക്കേണ്ട ഗുളികകൾ രാത്രി കഴിച്ചിട്ട് പകല് നോമ്പ് ഒഴിവാക്കിയിട്ടില്ല. ഉസ്താദെ, പ്രത്യേകം ദുആ ചെയ്യാൻ ആഫിയത്ത് കൊടുക്കുക അല്ലാഹ്. ഇന്നലെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ മിക്കവാറും വലിയ ആശുപത്രിയിലെ താങ്ങാനാവാത്ത വലിയ ചികിത്സയും മരുന്ന് കഴിച്ചാൽ ശരീരം പല്ലി വിറയ്ക്കുന്ന പോലെ വിറയ്ക്കുന്ന അത്ര കണ്ട് ദുർബലമായ ശരീരവും, എന്നിട്ടും ഭാര്യ നോമ്പ് ഒഴിവാക്കിയിട്ടില്ല. പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞു. ആഫിയത്ത് കൊടുക്കുക അല്ലാഹ്. ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ആ സഹോദരിയെ അത്ഭുതപ്പെടുത്തുന്ന ജീവിതം അവരുടെ ഉമ്മ ജീവിച്ചിരുന്നപ്പോൾ 1 വർഷം 50-60 ഖത്മുൽ ഖുർആൻ തീർത്തിരുന്നു. 1 വർഷം നിരന്തരം ഖുർആൻ ഓതുകയും മക്കളെ പഠിപ്പിക്കുകയും ചെയ്തു. എത്ര വയ്യായികയിലും അമലുകളിൽ കുറവില്ല ഞങ്ങളുടെ സഹോദരിമാർക്ക്. ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഈ കൂടിയിരുന്ന ആമീൻ പറയുന്നവർ റബ്ബേ, ശരീരത്തിന് പല അസ്വസ്ഥതകളും മറന്നിട്ടാ നോമ്പെടുക്കുന്നത്. അല്ലാഹുവേ, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്.
ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സിഗാറാ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.